ഒരു കാശുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കാശില്ലാത്ത ആളുകൾക്ക് അത് വിനിയോഗിക്കുമ്പോഴാണ് അതിന്റെ ഒരു നന്ദി ദൈവത്തിലേക്ക് നമ്മൾ അർപ്പിക്കുന്നത് എന്നതുപോലെയാണ്. ഇപ്പോ ഇസ്മായിൽ സാറിനെ സംബന്ധിച്ച് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ അറിവുകളാണ് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിട്ടുള്ളത്. പല ആളുകൾക്കും പല തരത്തിലുള്ള അറിവുകളായിരിക്കും. പക്ഷെ അത് എല്ലാ അറിവുകളും സമന്വയിപ്പിച്ചു കൊണ്ടുപോകാൻ വളരെ കുറഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ കഴിയൂ. അതിൽപ്പെട്ട ഒരു വ്യക്തി ഞാൻ മനസ്സിലാക്കിയത്തോളം അദ്ദേഹത്തിൽ നിന്നുള്ള കഴിവ് അങ്ങനെയാണ്. അതങ്ങനെ കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോ കൂടുതൽ ഞാൻ തന്നെ കുറെ അങ്ങോട്ട് പറഞ്ഞിട്ട് പറയുന്നതിനേക്കാളും നല്ലത് അദ്ദേഹത്തിന് തന്നെ കേൾക്കലായിരിക്കും. ഏതായാലും അദ്ദേഹത്തിന്റെ അറിവുകൾ വെച്ച് നോക്കുമ്പോൾ ടീച്ചിങ്, ട്രെയിനിങ്, അതുപോലെ സ്ഥാപനങ്ങൾ മാനേജ്മെന്റ് ചെയ്ത കാര്യങ്ങള്, ഇതുപോലത്തെ ഒരുപാട് മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് പോലും ഇറങ്ങി ട്രെയിനിങ് നടത്താനും ഇതര ഭാഷകൾ കൈകാര്യം ചെയ്യാനും കഴിവുള്ള വ്യക്തി. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഓരോരോ എന്താ പറയാ നമ്മളെ മലപ്പുറം UTS മീറ്റിംഗിൽ നിന്നും അദ്ദേഹത്തിന്റെ ആ കഴിവുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളെ പുതിയ UTSന്റെ അവസരം ശരിക്കും കഴിഞ്ഞ ആഴ്ച ഞാൻ കൊണ്ടുപോയ ഗസ്റ്റുകൾ പറഞ്ഞത് അദ്ദേഹം ഇനിയും ഇന്നും ഉണ്ടാവുക എന്നാ ചോദിച്ചത്, രണ്ടാമത്തെ ദിവസം ചോദിച്ച സമയത്ത്. കാരണം അത്രയും ആളുകളെ ഹൃദയത്തിലേക്ക് അത് കയറിയിട്ടുണ്ട് എന്നാണ്. അപ്പം ഒട്ടനവധി അനുഗ്രഹങ്ങൾ ദൈവം കരിഞ്ഞേകിയ ഒരു വ്യക്തി എന്നുള്ളത് പറയാം. അതിനൊക്കെ പുറമെ ഈ ഒരു അവസരത്തെ ഹൃദയത്തിലേറ്റി ഇതിന്റെ ഒരു ബ്യൂട്ടി, ഈ അവസരത്തിന്റെ ഒരു ഭംഗി, ഇതിന്റെ ഒരു ഗുണഗണങ്ങൾ മനസ്സിലാക്കി ഇതിലേക്കാണ് അദ്ദേഹം കൂടുതൽ ഇപ്പോ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇതാണ് എന്റെ മനസ്സിലൊക്കെ ഇത്രയും കഴിവുള്ള ഒരു വ്യക്തി, പല നിലക്കും കാശും ഉണ്ടാക്കാനും അതുപോലെ പലതും പല ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ ചെയ്യാനും കഴിവുള്ള വ്യക്തി. അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതിലുപരി ഇതിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അവസരത്തെ, ഇതിന്റെ വലിപ്പം എത്രയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഇതിനെ കുറച്ച് കാണുന്ന ആളുകൾ, അതുപോലെ ഇതിനെ തീരെ ശ്രദ്ധിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഒരു പാഠം എന്നുള്ള നിലക്കാണ് എനിക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരി ഒരു കാര്യം എന്റെ മനസ്സിൽ കരുതിയത്, എനിക്ക് പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് പറഞ്ഞിരുന്നു, അദ്ദേഹത്തെ ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ച സമയത്ത് അദ്ദേഹം ആദ്യമേ ഉമർ ഉസ്താദ് പറഞ്ഞത് എന്റെ ലീഡറോട് എനിക്കൊരു സമ്മതം ചോദിക്കണമെന്ന്. ഇത് എന്റെ മനസ്സിൽ വല്ലാത്തൊരു സംഭവം ഉണ്ടായി. കാരണം നമ്മൾ പോലും നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പൊ ലീഡേഴ്സിനോട് ഈ ഒരു കാര്യത്തിന്റെ പോലും സമ്മതം ചോദിച്ച അവർക്ക് ഇതിൽ സമ്മതമാണെങ്കിൽ ഞാൻ വരാം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് മുസ്ത പറഞ്ഞത്. ഇതൊരു നല്ലൊരു കീഴ്വഴക്കാണ്. ഇത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ലീഡേഴ്സിനെ അനുസരിക്കുക എന്നൊക്കെ എപ്പോഴും പറയാറുള്ളത് ഇതൊക്കെ തന്നെയാണ് അതബ്. അതൊരു വല്ലാത്ത ഒരു സംസ്കാരം തന്നെയാണ്. അപ്പൊ ഏതായാലും പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിലേക്ക് നമുക്ക് ഗസ്റ്റായി വന്നിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഇസ്മായിൽ സാർ, അദ്ദേഹം മതപരമായിട്ടും ഭൗതികമായിട്ടും ഉള്ള ഈ നല്ല അറിവുകൾ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തി. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇനി ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കുന്നതായിരിക്കും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരു മീറ്റിംഗിലേക്ക് വന്ന എല്ലാവർക്കും പ്രത്യേകം ഞാൻ സ്വാഗതം. ഒപ്പം ഇന്ന് നമുക്ക് ഗസ്റ്റായി വരുന്ന പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡർ RTC ലീഡറായ പ്രിയപ്പെട്ട ഇസ്മായിൽ സാർ തെന്നല അവരുകളെ വളരെ ആദരപൂർവ്വം ഞാൻ ഈ ഒരു മീറ്റിംഗിലേക്ക് അദ്ദേഹത്തിൽ നിന്നുള്ള അറിവുകൾ പകർന്നു തരാനും ഞങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്താനും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയുള്ള അറിവുകൾ തരണമെന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഈ ഒരു മീറ്റിംഗിലേക്ക് ആദരവ് ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം സാർ, ഇസ്മായിൽ സാർ. സാറേ ഓഡിബിൾ ആണ്, ക്ലിയർ ആണ്, വിസിബിൾ ആണ്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്? ഓ, ക്ലിയർ ആണ്. ഓക്കെ, എല്ലാം ഓക്കെ. ഹാപ്പി മോർണിംഗ് ഓൾ ഓഫ് യു. വെരി ഹാപ്പി ആൻഡ് ലവ്ലി മോർണിംഗ് ആൻഡ് നമസ്കാരം, നല്ല നമസ്കാരം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വെരി എക്സൈറ്റഡ് ആണ്. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്നത് ആ സ്ക്രീനിൽ എഴുതിയിരിക്കുന്ന പദങ്ങളോട് കൂടെയാണ്. വെൽക്കം AIG ഡയമണ്ട്സ്. ഡയമണ്ടുകളെ കൊണ്ട് ഡയമണ്ട് എഴുതാൻ ഞാൻ കാര്യം 100% എനിക്ക് നിങ്ങളിലെ വിശ്വാസമാണ്, ലീഡർമാരിലെ വിശ്വാസമാണ്. എന്തായാലും വളരെ ഭംഗിയായിട്ടും സുന്ദരമായിട്ടും നിങ്ങളുടെ RTC ലീഡർ അബ്ദുറഹ്മാൻ സാർ എന്നെ ക്ഷണിക്കുകയുണ്ടായി, പരിചയപ്പെടുത്തുകയുണ്ടായി. ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാര്യം ഇവരെ ഞാൻ കുറച്ച് അധികമായില്ല പരിചയപ്പെട്ടിട്ട്, പക്ഷെ നമുക്ക് അറിയാൻ പറ്റും ചിലത് ചേരേണ്ടത് ചേരുന്ന സമയത്ത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാല് ഓട്ടോറിക്ഷക്ക് 3 സീറ്റ്, കാറിന് 4 സീറ്റ്, ബസ്സിന് 40-50 സീറ്റ് എന്ന് പറയും. ഇത് അവരെ കൊള്ളാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളുടെ 2 പ്രധാന ലീഡർമാരെ ഞാൻ അടുത്തറിഞ്ഞതാണ്. ഗ്രേറ്റ് ലീഡർ NTC ഉമ്മർ ഉസ്താദ്, നിങ്ങൾ ഉമ്മർ സാർ എന്ന് വിളിക്കുന്നുണ്ടാവാം, അതേപോലെ അബ്ദുറഹ്മാൻ സാർ.
ഇവരെ രണ്ടിലെയും ഹൃദയത്തിന്റെ വിശാലത എന്ന് പറഞ്ഞാല് ഞാൻ 100% വിശ്വസിക്കാണ്. ലക്ഷക്കണക്കിന് അണികൾ കടന്നു വന്നാലും അവർക്ക് രാജകീയമായ ഇരിപ്പിടം, പ്രവിശാലമായ ഹൃദയമാണ് അവർക്കുള്ളത്. അത് ഞാൻ തമാശക്കൊരു കമാൻഡിങ് പദം പറയല്ല, ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്ന ആളുമല്ല. 100% അനുഭവിച്ചറിഞ്ഞ 100% എനിക്ക് വിശ്വാസമുള്ള ഒരു സത്യമാണ്. ആ ഒരു കാര്യമാണ് മൈ ഡിയേഴ്സ് ഈ ബിസിനസിന്റെ ആദ്യത്തെ സക്സസ് എന്ന് പറയുന്നത്. തന്റെ അണികളെ ചേർത്ത് പിടിക്കാൻ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, എല്ലാ ഇഷ്ടക്കേടുകളും മറന്ന്. നമുക്ക് ചിലപ്പം ചില പാർട്ടി ഇഷ്ടപ്പെടൂല, അങ്ങനെ പലതും ഉണ്ടായിരിക്കാം. പക്ഷെ പാർട്ടികളും മതങ്ങളും കളറുകളും വിദ്യാഭ്യാസവും ഒന്നുമല്ല, ഏതൊരു മനുഷ്യനെയും മനുഷ്യനായിട്ട് സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ പറ്റുക പറഞ്ഞാൽ ഒരു വലിയ കഴിവാണ്. അതാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. അത് ഞാൻ നേരിട്ട് കണ്ട് പരിചയിച്ച ലീഡർമാരായതുകൊണ്ട് എനിക്ക് കൂടുതൽ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ക്ലാസ് എടുക്കണമെന്ന ഒരാശയം ഉദിച്ചപ്പോ എന്റെ ലീഡർമാരെ സമ്മതം മാത്രം മതി, ബാക്കി എന്റെ മനസ്സ് സത്യമന തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാല് ഇതുപോലുള്ള ആളുകളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി, അമിതമായുള്ള വിവരങ്ങളും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ചില്ല, എന്നാലും ശരി ഇൻഷാ അല്ലാഹ് എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തില് ഞാൻ 1-2 കാര്യങ്ങൾ, ഞാൻ എന്തുകൊണ്ട് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നു എന്നും എന്റെ തീരുമാനം ഇതിൽ നിശ്ചയപ്പെടാൻ കാരണം എന്തെന്ന് ഒന്ന് നിങ്ങളെ ധരിപ്പിക്കുക എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ഹൈർ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും എല്ലാവിധ സഹോദരി സഹോദരങ്ങൾക്കും once again വെൽക്കം ടു AIG ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട് ടോക്ക് ഓർ ഡയമണ്ട് റീഡിംഗ്. എന്നെ പരിചയപ്പെടുത്തിയപ്പോ ഗ്രേറ്റ് ലീഡർ അബ്ദുറഹ്മാൻ സാർ പറഞ്ഞ വരികള് മാഷാ അല്ലാഹ് എല്ലാം റബ്ബ് കബൂൽ ചെയ്യട്ടെ എന്നും അതേപോലെ തന്നെ അത് അതിനേക്കാൾ ഉത്തരോത്തരം പൂർവാധികം 100% സത്യവൽക്കരിക്കപ്പെടട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശിക്കുന്നു. ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പ് സാറ് പരിചയപ്പെടുത്തിയ പോലെ തന്നെ ടീച്ചിങ്ങിൽ ഉണ്ടായിരുന്നു, ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നു. ഒരു വ്യാഴവട്ടക്കാലം എന്നെ കൊണ്ടാവും വിധം വിദ്യാഭ്യാസ മേഖലയിൽ ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ പല പ്രൊജക്ടിന്റെയും പാർട്ടായിട്ട് സേവനമനുഷ്ഠിക്കാൻ എനിക്ക് സാധ്യമായിട്ടുണ്ട്. റബ്ബിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും എന്റെ ഗുരുക്കന്മാരുടെയും രക്ഷിതാക്കളുടെയും ഭക്തജനങ്ങളുടെയും സുഹൃതങ്ങളുടെയും ഒക്കെ ഒരുപാട് പുണ്യം കൊണ്ട് പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് സാധ്യമായിട്ടുണ്ട്, എന്റെ കഴിവ് കൊണ്ടല്ല. എന്നാൽ പോലും ഒരുപാട് വിദ്യാഭ്യാസ മേഖലയിൽ കടന്നു ചെല്ലാൻ സാധ്യതയുണ്ടായിട്ടുണ്ട്, സേവനമനുഷ്ഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ കോളേജുകളുടെ പ്രിൻസിപ്പളായിട്ടും അതേപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറായിട്ടും അതേപോലെ തന്നെ ചില സ്ഥാപനത്തിന്റെ ജനറൽ മാനേജറുകളായിട്ടും അതേപോലെ പല പ്രസ്ഥാനത്തിന്റെയും തലപ്പത്തിരിക്കുക, അതിന്റെ പ്രസിഡൻഷ്യൽ പദവിയിലും സെക്രട്ടറിയൽ പദവിയിൽ ഇരിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങി ഒട്ടനവധി മേഖലയിൽ പല ദേശങ്ങളിൽ പല ഭാഷകളിൽ ഓടിപ്പാഞ്ഞ് നടക്കാൻ എനിക്ക് റബ്ബിന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അനുഗ്രഹം ഒരു അറിവാണ് എന്നുണ്ടെങ്കിൽ ഒരു വലിയ തിരിച്ചറിവ് ഈ ഇൻഡസ്ട്രിയുടെ കഥകൾ പറഞ്ഞ് ഒരു 4ാം ക്ലാസ്സുകാരനോ എന്റെ മുമ്പിൽ കടന്നു വന്നപ്പോഴാണ്. എന്നെ ഇൻഡസ്ട്രിയിലേക്ക് പരിചയപ്പെടുത്തിയത് എന്റെ കൂട്ടുകാരനു കൂടിയായിരിക്കുന്ന ഷുഐബ് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ ഇൻഡസ്ട്രി മനസ്സിലാക്കി കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ വേറൊരു 4ാം ക്ലാസ്സുകാരൻ മിസ്റ്റർ അൽത്താഫ് കയറി വരുന്നു. അങ്ങനെ ഒട്ടനവധി ലീഡർമാർ കയറി വന്നു. ഈ പ്രോജക്ട് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അങ്ങനെ ഗ്രേറ്റ് എന്റെ ITC ലീഡർ ആയിരിക്കുന്ന മനോജ് സാറുമായിട്ട് ഒരു ഓപ്പൺ ടോക്ക് നടത്താനും സാധ്യമായി. അപ്പൊ അറിവിന്റെ അപ്പുറത്ത് 2ാമത്തെ സ്റ്റെപ്പ് ആകുന്ന തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് വന്നു. ആ തിരിച്ചറിവുകൾ എന്തെല്ലാം ഒക്കെ എന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ സ്ലൈഡ് ത്രൂ ഞാൻ പ്രസന്റ് ചെയ്യുന്നുണ്ടാകും. ഈ സെഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മീനിങ് ഓഫ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇൻ ഡീറ്റെയിൽ. മൈ ലൈഫ് സ്റ്റൈൽ യഥാർത്ഥ മീനിങ് എന്താണ്, ആ കമ്പനിയുടെ നെയിം എന്തിനാ അങ്ങനെ ഇട്ടത്, സ്കോപ്പ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്തൊക്കെയാണ്, ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി അനന്ത സാധ്യതകൾ എന്താണ്, പവർ ഓഫ് നെറ്റ്വർക്ക് എന്താണ്, വെൽനെസ് റെവല്യൂഷനെ കുറിച്ച് ചെറിയ ധാരണകൾ, നീഡ് ഓഫ് ബിഗ് ഡ്രീംസ് വലിയ സ്വപ്നങ്ങൾ ഇതിന് ബിസിനസ്സിന് ആവശ്യമുണ്ടോ, ഫ്യൂച്ചർ ട്രെൻഡ് ഓഫ് ബിസിനസ് വേൾഡ് ലോകത്തിന്റെ വരാൻ പോകുന്ന ഫ്യൂച്ചർ ട്രെൻഡുകൾ ബിസിനസ് വേൾഡിൽ എന്തെല്ലാമൊക്കെയാണ്, ടിപ്സ് ഫോർ ലീഡർഷിപ്പ് ടു വിൻ വിജയിക്കാൻ ലീഡർഷിപ്പിന് വേണ്ടുന്ന കാര്യഘടകങ്ങൾ എന്തൊക്കെയാണ്. നമുക്കൊക്കെ അറിയുന്ന ഒരു കാര്യമുണ്ട്, ലീഡേഴ്സ് ആണ് ഈ ബിസിനസ്സിൽ സക്സസ് ആകുക. എല്ലാവരും പറയും. നമ്മൾ ചിലപ്പോൾ ഈ ബിസിനസ്സിനെ പരിചയപ്പെടുത്തുമ്പോൾ ചില ആൾക്കാർ പറയുമ്പോൾ ഇത് ലീഡർമാർക്ക് ജയിക്കാനാണ് അറിയും. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, ലീഡർമാരല്ലാതെ ലോകത്ത് വേറെ ആരാ ജയിച്ചത്? ലീഡർമാരെന്നല്ലേ ജയിച്ചത്? ആരാ മുഖ്യമന്ത്രി ആവല്? ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലീഡർ മുഖ്യമന്ത്രിയാകും. ആരാ പ്രധാനമന്ത്രി ആവല്? അതിന്റെ രാഷ്ട്രീയ മെയിൻ ആള് പ്രധാനമന്ത്രിയാകും. ആരാ സെക്രട്ടറി ആവല് ഒരു പ്രസ്ഥാനത്തിന്റെ? അതിന്റെ മുന്നിൽ പട നയിക്കുന്ന ലീഡർ അതാകും. അപ്പൊ നമ്മൾ ജയിക്കാൻ എന്ത് കാട്ടണം? ലീഡർ ആവണം. അത്രയേ ഉള്ളൂ. പക്ഷെ പ്രശ്നം എന്താ, ഈ പറയുന്ന ആൾക്കാരൊക്കെയുള്ള മാനസികമായ അകൽച്ച ആദ്യമേ ലീഡർ ആകാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല എന്നാണ്. എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? ജയിക്കുന്നവർ ലീഡർ ആണെങ്കിൽ നമ്മൾ ലീഡർ ആയ പോരെ. ഇനി ആ ലീഡർ എന്ന് പറയുന്നത് വലിയൊരു മലയെടുത്ത് തലയിൽ വെക്കുന്ന പരിപാടിയൊന്നുമല്ല.
സിമ്പിളായ ചില സ്ട്രാറ്റജികൾ മാറ്റിയാൽ മതി. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ചേഞ്ച് ദ ഹാബിറ്റ്, ഹാബിറ്റ് ക്യാൻ ചേഞ്ച് ദ ഡെസ്റ്റിനി എന്നാണ്. നമുക്ക് വിധി മാറ്റാൻ ഓപ്ഷൻ ഒന്നുമില്ല, പക്ഷെ നമ്മളെ ചില ഹാബിറ്റുകളെ ചേഞ്ച് ചെയ്താൽ നമുക്ക് സക്സസ് ആകാൻ പറ്റുന്നുണ്ടാകും. നമുക്കൊക്കെ അറിയാം, 7 Habits of Highly Effective People എന്ന് പറയുന്ന ലോകപ്രസിദ്ധ പുസ്തകമുണ്ട്. ഞാൻ എന്റെ മെഡിക്കൽ എഞ്ചിനീയറിംഗിനും ഡോക്ടേഴ്സ് വിഭാഗം പഠിക്കുന്ന മക്കൾക്കൊക്കെ നിർബന്ധമായിട്ടും വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിൽ ചില ആളുകൾ അത് വായിച്ചു കാണും. ആ പുസ്തകം വായിച്ചാൽ ഏകദേശം മനസ്സിലാവും നമ്മുടെ ഹാബിറ്റ് ചേഞ്ച് ചെയ്താൽ നമ്മുടെ റിസൾട്ട് ചേഞ്ച് ചെയ്യാന്ന്. നമ്മുടെ പ്രശ്നം എന്താണ്? ഒരു പ്രൊജക്ടിനകത്തേക്ക്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പ്രോജക്റ്റിനകത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ വൈകിപ്പോകും, അല്ലെങ്കിൽ അമാന്തപ്പെടും, അതല്ലെങ്കിൽ ആശങ്കപ്പെടും. അതിനെ മാറ്റി നിർത്തിയിട്ട് നമ്മളൊന്ന് ലീഡർഷിപ്പിനെ ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുന്ന ഹാബിറ്റിലേക്ക് നമ്മൾ മാറിയാൽ എല്ലാ വിധിയും നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. എന്തായാലും നമുക്ക് ഈ സെഷനിലേക്ക് കടക്കാൻ പറ്റുന്നുണ്ടാകും. നമ്മൾ ഇന്നലെ നിൽക്കുന്ന വി ആർ വിത്ത് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി. റിയലി ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആകുന്നത് ഈ പദത്തിനകത്തേക്ക് നമുക്ക് വരാനായി എന്നുള്ളത് അൽഹംദുലില്ലാ. കാര്യം എന്താന്ന് വെച്ചാൽ ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിയാകില്ല. നമുക്കിത് മനസ്സിലായല്ലോ മൈ ഡിയേഴ്സ്. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ 10,000 ബിസിനസ് വോളിയം പെയർ മാച്ചിങ് ലീഡർഷിപ്പിലാകും, അതല്ലെങ്കിൽ 10 കോടി പെയർ മാച്ചിങ് ആയിരിക്കാം. എന്തോ ആവട്ടെ, ഇതൊന്നും ഇതിന്റെ കാര്യകാരണങ്ങളല്ല. നമുക്കിതിലേക്ക് വരാനായില്ലേ, അതൊരു വലിയൊരു ഭാഗ്യമല്ലേ. നമ്മുടെ നാട്ടിൽ നമ്മളെക്കാൾ അഭ്യസ്ത വിദ്യരായി വലിയ വലിയ സർട്ടിഫിക്കറ്റിന്റെ തലയണ വെച്ച് കിടക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും ഇതിനോടൊരു വിമുഖതയോ അതല്ലെങ്കിൽ ഒരു ആശങ്കയോ അല്ലെങ്കിൽ ഇത് അവരിലേക്ക് എത്തിപ്പെടാത്തതോ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മളാകുന്ന സാധാരണക്കാർക്ക് ഇത് എത്താനായില്ലേ. ലോകത്തിലെ നാളത്തെ ഏറ്റവും വലിയ പ്രോമിസിങ് ഇൻഡസ്ട്രി, പടർന്ന് പന്തലിച്ച് ലോകത്തിലെ ഇതിഹാസം തീർക്കാവുന്ന ഇൻഡസ്ട്രി മനസ്സിലായല്ലോ. അതിനെ നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടതുണ്ട് എന്നത് സത്യമാണ്. കാര്യം നമ്മൾ ആലോചിക്കുക, എപ്പോഴും കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സ്ലൈഡ്, ഇത് മനപ്പാടായിട്ടാണ് ഒട്ടുമിക്ക ആളുകൾക്കും. പക്ഷേ ഇത് മനപ്പാടാകുന്നതല്ല, ഇതിന്റെ ബോധതലത്തിലേക്ക് വരേണ്ടതുണ്ട്. നമുക്കൊക്കെ അറിയാം, ജീവിതത്തില് പ്രധാനപ്പെട്ട 4-5 കാറ്റഗറിയിലാണ് നമ്മളൊരു തീരുമാനം കെടുക്കുന്നത്. ആദ്യം വരുന്നത് ഡാറ്റാസ് ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ അവിടെ അങ്ങനെ ഉണ്ട്, ഇവിടെ അങ്ങനെ ഉണ്ട്. ഈ ഡാറ്റകൾ ഒരുപാട് കളക്റ്റീവ് ഓഫ് ദ ഡാറ്റ വിൽ ബി ട്രാൻസ്ഫോർഡ് ഇൻ ടു ഇൻഫർമേഷൻ എന്ന് പറയും. ഇൻഫർമേഷൻ ആയിട്ട് അതിന് മാറും. ഡാറ്റകൾ ഒരുപാട് കൂടിയാൽ അതൊരു ഇൻഫർമേഷൻ, വിവരമായി മാറും. ഈ വിവരങ്ങൾ ഒരുപാട് കൂടിയാൽ അതൊരു നോളജ് ആയി മാറും. ആ നോളജ് ടു എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാകും. പിന്നീട് അത് അങ്ങനെ പോയിട്ട് എൻലൈറ്റ്മെന്റും വിസ്ഡത്തിലേക്കും എത്തും. അങ്ങനെ പരമഘട്ട എന്ന് പറഞ്ഞാൽ വിസ്ഡം എന്ന് പറഞ്ഞതാണ്. ആ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത്, അതായത് എന്റെ ബോധതലം, അതാണ് ഗൗതമ ബുദ്ധൻ ബോധതലത്തിലേക്ക് എത്തിയവനെ ബുദ്ധൻ എന്ന് വിളിക്കും. അപ്പൊ എപ്പോഴാണ് നമ്മളൊരു തീരുമാനം എടുക്കാന്ന് ചോദിച്ചാൽ, ഡാറ്റ കിട്ടുമ്പോഴൊന്നും നമ്മൾ ശരിക്കും അതിൽ എക്സൈൽ ആകൂല. നമ്മൾ ശരിക്കും 100% സക്സസിലേക്ക് എത്തുന്നത് ബോധതലത്തിലേക്ക് എത്തുമ്പോഴാണ്. അപ്പൊ ഈ സ്ലൈഡുകൾ ഒരുപാട് കേട്ടു എന്ന് വിചാരിച്ച് ഇത് മനപ്പാടാണെന്ന് വിചാരിച്ചിട്ട് ഒരു പക്ഷെ നമ്മൾ സക്സസ് ആവോ ഇല്ലേ എന്നത് ഒരു പക്ഷേ ആശങ്കയാണ്. പക്ഷെ ഇതിനകത്തുള്ള ആശയത്തെ ഉൾക്കൊള്ളാൻ പറ്റിയാൽ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ ES-ഉം BI-യും 2 ക്വാഡ്രന്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിൽ ES കാറ്റഗറിയിലേക്ക് വരുമ്പോൾ മുകളിൽ നിങ്ങൾ നോക്കിയാൽ മതി, ഹാർഡ് വർക്ക് നന്നായിട്ടുണ്ടായിരിക്കും. വരുമാനം ഉണ്ടാക്കാൻ 4 പ്രധാന കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ എംപ്ലോയി ആയിട്ട്, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയി ആയിട്ട്, അല്ലെങ്കിൽ ബിസിനസ് ഓണർ ആയിട്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആയിട്ട്. ഈ 4 രൂപത്തിലും വരുമാനം ഉണ്ടാക്കുക. ഈയുടെ നേരെ നിങ്ങൾ ആലോചിച്ചൊക്കെ ആരോ ചാവി കൊടുത്ത് വിട്ടൊരു മനുഷ്യനാണ്. ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത്. റാറ്റ് റൈസ് എന്ന് അതിന് പറയല്. നമ്മൾ എലിപ്പെട്ടിയിൽ ഓടുന്ന പോലെ, എലി ഓടുന്ന പോലെ. നിങ്ങൾ ആ വളയത്തിനകത്തൊരു ഒരാൾ ഓടുന്നുണ്ട്. അയാൾ എത്ര ഓടിയാലും ആ വളയത്തിനകത്ത് രക്ഷപ്പെടില്ല. പക്ഷെ പുറമെ നോക്കുന്ന ആള് കാണുമ്പോൾ ഇയാൾ ഭയങ്കര ഓട്ടക്കാരനാണ്, അയാളെ സംബന്ധിച്ചും അയാൾ നല്ല ഓട്ടക്കാരനാണ്. കാര്യം എന്താണ്? അദ്ദേഹം എന്നും ജോലിക്ക് പോകുന്നുണ്ട്. ഇതാണ് റാറ്റ് റൈസ്. അല്ലെങ്കിൽ ആരോ തിരിച്ചുവിട്ട ഒരു എന്താ പറയാ സ്ക്രൂ വാരി പോവുക. രാവിലെ 9 മണിക്ക് എത്തണം, 5 മണിക്ക് ഇന്ന സ്ഥലത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. ഒരു കല്യാണം ഇല്ല, അതല്ലെങ്കിൽ നമ്മുടെ മക്കളെ വിഷയങ്ങളിലാവട്ടെ, നമ്മുടെ ജീവിതത്തില് ഒരു ടൈം ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ ഭാരിച്ച പണി. അവിടെ നമുക്ക് ഉണ്ടാകുന്ന പണിയാണ് ഹാർഡ് വർക്ക് ഉണ്ടാകും. ഒരു സെക്യൂരിറ്റി ഉറപ്പിക്കേണ്ട, ടൈം ഉണ്ടാവാൻ സാധ്യത. മറ്റൊന്നാണ് S എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒട്ടും സമയം കാണുകയില്ല, ഭയങ്കര പണിയായിരിക്കും കണ്ടാൽ. ഇൻസഫിഷ്യന്റ് ഫണ്ടായിരിക്കും, മതിയായ ഫണ്ട് അദ്ദേഹത്തിന് കയ്യിലുണ്ടാവില്ല, അപാര സ്ട്രെസ് ആയിരിക്കും. അത് നമ്മൾ ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും, ഡോക്ടർ ആണെങ്കിലും, എഞ്ചിനീയർ ആണെങ്കിലും, പ്രൊഫസർ ആണെങ്കിലും, അധ്യാപകനാണെങ്കിലും, എന്തൊക്കെയാവട്ടെ, സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വന്തം ഏർപ്പാട് എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. പക്ഷേ രസകരമായ സീൻ എന്ന് പറഞ്ഞാൽ ഈ ടീമാണ് ശരിക്കും 95% നമ്മുടെ വേൾഡിലുള്ളതെങ്കിൽ, ഇന്ത്യയിലാവട്ടെ, രാജ്യത്തിലാവട്ടെ, ഭൂഖണ്ഡത്തിലാവട്ടെ, ലോകത്തിലെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്താലും 95% അതാണെങ്കിലും 5% സമ്പത്ത് അവരെ കൈക്കുണ്ട്. ഇനി നേരെ ഇപ്പുറത്തേക്ക് നമ്മൾ മാറി വെക്കാണ് BI ക്വാഡ്രന്റിലേക്ക്. ആ ബിസിനസ് ആൻഡ് ഇൻവെസ്റ്റർ കാറ്റഗറിയിൽ അങ്ങനെയും വരുമാനം ഉണ്ടാക്കുക. ആ ആൾക്കാരേക്കലാണ് നന്നായിട്ട് അവരെ വർക്ക് ഈസി വർക്കായിട്ട് പോകുന്നത്, നല്ല സ്റ്റേബിൾ ആയിരിക്കുന്ന ഇൻകം ഉള്ളത്, ഒരുപാട് സമയം ഫ്രീ ആയിട്ട് കിട്ടുന്ന ആളുകൾ, അതിന്റെ അപ്പുറത്തേക്ക് കടക്കടിയിൽ നിന്ന് കുറെ രക്ഷപ്പെടാൻ പറ്റുന്ന ആളുകൾ, അതേപോലെ തന്നെ പ്ലെന്റി ഓഫ് മണി, നമ്മൾ പറയില്ല കാശ് കൊണ്ട് ഇങ്ങോട്ട് പെരുന്നാൾ കഴിക്കാൻ പറ്റുന്ന ആളുകൾ, നല്ല ഫ്രീഡം എൻജോയ് ചെയ്യുന്ന ആളുകൾ. രസം എന്താന്ന് ചോദിച്ചാൽ അവരാകെ 5% ലോകത്തുള്ളൂ.
അല്ലെങ്കിൽ ഒരു രാജ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കേരളത്തിലുള്ളൂ. നിങ്ങൾ കേരളത്തിൽ എണ്ണി നോക്കുകയാണെങ്കിൽ യൂസഫ് അലി, അല്ലെങ്കിൽ KR ബാലേട്ടൻ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ സണ്ണി വർക്ക്, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ 4-5 ആൾക്കാരെ എനിക്ക് എണ്ണാൻ പറ്റുന്നതാണ്. കല്യാണരാമൻ, അല്ലെങ്കിൽ വളരെ എണ്ണപ്പെട്ട ആളുകൾ, അത് വിരലിൽ എണ്ണാൻ പറ്റുന്നതാണ്. ആ രാജ്യത്തിന്റെ 5% ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ അല്പം അത്ഭുതമായി, നമുക്ക് എണ്ണ അറിയാത്തോണ്ടാണ്. അപ്പൊ സീരിയസ്ലി ആ ഒരു എണ്ണം കൃത്യമായിട്ട് അറിയാത്തോണ്ട് നോക്കിയത് 5% ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും അവരേക്കലാണ് ആ നാടിന്റെയോ രാജ്യത്തിന്റെയോ 95% സമ്പത്തുള്ളത്. ഇങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് ലോകത്ത് വളരെ പ്രഫുല്ലമാണ്. ഇത് ലോകത്ത് തെളിയിക്കപ്പെട്ട സത്യമാണ്. വിഷയം എന്താന്ന് വെച്ചാൽ ESന്റെ കയ്യിലുള്ളത് ആക്റ്റീവ് ഇൻകം ആണ്, BIയുടെ കയ്യിലുള്ളത് പാസീവ് ഇൻകം ആണ്. ഈ സ്ലൈഡാണ് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചത്. കാര്യം, ഉറങ്ങുമ്പോൾ വരുമാനം വരുന്ന പ്രോജക്റ്റ് ഇല്ലാതെ ലൈഫിൽ രക്ഷപ്പെടുക എന്നുള്ളത് സാധ്യം അല്ല. അല്ലെങ്കിൽ നല്ലൊരു ലക്ഷറി ലൈഫ് ഡീൽ ചെയ്യുന്നത് പ്രയാസകരമാണ്. നമുക്ക് എന്ത് വേണം? വർക്ക് ചെയ്യാൻ പോയില്ലെങ്കിലും വരുമാനം വരണം. കാര്യം, എന്നും വർക്ക് ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ, അത് ദൈവഹിതമാണ്. അത് വിധിയിൽ ഇല്ലെങ്കിലോ, അല്ല ഹെൽത്ത് ചലഞ്ച് വന്നാല്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇന്ന് പിരിച്ചുവിട്ടാല്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനം നാളെ പൂട്ടിയാല്, ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം അതാ. നമ്മൾ ജോലിക്ക് പോകുന്ന സ്ഥാപനത്തിൽ നാളെ നമ്മളെ ടെർമിനേറ്റ് ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഫയർ ചെയ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടണം, ഞങ്ങളെ കൊണ്ട് ഈ സ്ഥാപനം നടത്താൻ പറ്റുന്നില്ല, ഞങ്ങളെ എതിരാളികളുമായി കോമ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, നമ്മുടെ ജോലി അസ്തമിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ആക്റ്റീവ് ഇൻകത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്താൽ അത് വലിയ സ്ട്രഗിൾ ആണ്. പാസീവ് ഇൻകത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകം സത്യം പറഞ്ഞത് സ്കൂളിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. ഉണ്ടെങ്കിൽ പിള്ളേർ ഫുള്ള് ബിസിനസ്സിലേക്ക് മാറിയിട്ടുണ്ടാവും. സ്കൂളിൽ ആകെ പഠിപ്പിക്കുന്നത് ആക്റ്റീവ് ഇൻകം, ജോലിക്ക് ഉപയോഗിക്കോ. ഇത് തന്നെ രക്ഷിതാക്കളും നാടും നമ്മളെ പഠിപ്പിച്ചത്. മോൻ നന്നായി പഠിച്ചോ, നല്ല ജോലി വാങ്ങിക്കോ, എന്നിട്ട് നല്ല കാശ് ഉണ്ടാക്കുക. അപ്പൊ അതും തന്നെ നോക്കുക. നമ്മളെ നാട്ടിലെ കുട്ടികളെ പഠിക്കാൻ വിടുമ്പോൾ രക്ഷിതാക്കളുടെ വരികൾ ഇങ്ങനെയാ: മോൻ നന്നായി പഠിക്കണം, നല്ല ജോലി വാങ്ങണം. ആലോചിച്ച് നോക്കണേ, ജോലി എന്നുള്ള പദ. എന്ന് മാത്രമല്ല, കല്യാണാലോചന വന്നാൽ പയ്യൻക്ക് എന്താ ജോലി, നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് നമ്മളെ പറഞ്ഞ് നമ്മളെ സമയം ഓട്ടോ സജസ്റ്റഡ് ആയിട്ടുണ്ട്, ബ്രെയിനിൽ കണ്ട്. എന്ന് മാത്രമല്ല, നമ്മളൊരു കോഴ്സിനെ പറ്റി അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കും. ഉദാഹരണമായിട്ട് നമ്മളവിടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കോഴ്സ് ഉണ്ട്, റോബോട്ടിക്കൽ സയൻസിന്റെ കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്നാലിന്റെ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അടുത്ത ചോദ്യം, ജോലി ഉറപ്പുണ്ടോ? ഇനി എന്ന് മാത്രമല്ല, അങ്ങാടിയിൽ ഇറങ്ങിയാൽ മിനിമം ഒരു 20 മീറ്റർ നമ്മൾ യാത്ര ചെയ്താൽ മിനിമം 100 പോസ്റ്ററെങ്കിലും കാണാം. ഉടൻ ജോലി ഉറപ്പ് തന്നെ 100-200ഓളം പോസ്റ്ററുകൾ. ഈ ജോലി എന്നുള്ള സാധനം കയറി നമ്മൾ ഓട്ടോ സജസ്റ്റഡ് ആണ്. നമ്മളെ നേരിട്ട് ജോലിയിലേക്ക് പോകും. ഒരിക്കലും ബിസിനസ് എന്ന് വരില്ല. നമ്മളെ കല്യാണാലോചന നടത്തുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടോ? നേരെ മറിച്ച് ലോകത്തിലെ ഏറ്റവും മൾട്ടി മില്ലേനിയേഴ്സ് ഉള്ള ഇംഗ്ലീഷ് രാജ്യത്തിലെ ചോദ്യം എന്താണെന്ന് അറിയാം? ചൂടായാൽ പോലും അവർ പറയല്, ദിസ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഇത് എന്റെ പരിപാടിയല്ല, ഈ എന്റെ പണി നോക്കുന്നതാണ്. അവിടെയും പറഞ്ഞത് ദിസ് നൺ ഓഫ് യുവർ മാറ്റർ എന്നുള്ളതിനേക്കാൾ അവർ പ്രസിദ്ധമായത് ദിസ് നൺ ഓഫ് യുവർ ബിസിനസ്. അപ്പോഴും അവിടെ ബിസിനസ്സൊക്കെ അവർ പോകുന്നത്. ഇത് നമ്മൾ മാർവാടികളെ കുറിച്ച് പറയുന്ന പോലെയാ. സോ സീരിയസ്ലി പറയട്ടെ, പാസീവ് ഇൻകം എന്ന് പറയുന്ന ഒരു മഹത്തായ സമ്പ്രദായം ഈ ലോകത്തുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ടാൽ ഒട്ടുമിക്ക ആളുകളും ഇത് തേടി വരുന്നുണ്ടാകും. എന്തായാലും നമുക്ക് അഭിമാനമുണ്ട്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ആൻ ഇൻഡസ്ട്രി ഹൂസ് ടൈം ഹാസ് കം. സമയം എത്തി വന്ന ഒരു ഇൻഡസ്ട്രിക്കകത്താണ്. ഇതെന്തിനാ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ, ഒട്ടുമിക്ക ആളുകളും പറയാറുണ്ട്, സാറേ RTC ലീഡർ, ഒരുപാട് ലീഡർമാരുടെ പേര് ഉദ്ധരിച്ചു വരുന്ന സമയത്ത് സമയം എന്താ പറയാ അതിക്രമിക്കുന്നു വിചാരിച്ചു മാത്രമാണ്. എന്തായാലും നമുക്ക് എല്ലാവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കണം. ഇതിനകത്തുള്ള RTC, STC ആൻഡ് ഓൾ അതർ TC ആൻഡ് അബോ ലീഡർമാർ, നിങ്ങളുടെ എല്ലാ ലീഡർമാരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അവരൊക്കെ ഭാഗ്യം സിദ്ധിച്ച, ദൈവം വലിയ വിജയങ്ങൾ എഴുതി വെക്കപ്പെട്ട മഹത്തായ ഭാഗ്യസ്ഥരാണ് എന്നതിൽ ഞാൻ വിശ്വസിക്കുകയാണ്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ന് സമയം എത്തി വന്ന ഇൻഡസ്ട്രിയാണ്. അപ്പൊ ഇത് മുന്നേ വന്നിട്ടുണ്ട്. പക്ഷെ എന്തല്ല, അത് അതിന്റെ പെർട്ടിക്കുലർ കറക്റ്റ് പ്രോപ്പർ ടൈം ആയിരുന്നില്ല. ഒരു പക്ഷെ അതിന്റെ ടൈം ആവാതിരിക്കാൻ പലതും ഉണ്ടാവാതിരിക്കാം. ഗവൺമെന്റിന്റെ സാധ്യതകൾ, അതല്ലെങ്കിൽ നമ്മുടെ ജോലി മേഖല ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രഗിൾ ഇത്ര ഉണ്ടായിരിക്കില്ല. അതല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങൾക്ക് വന്നു കാണില്ല. അല്ലെങ്കിൽ ഇത് കൂളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ലോകത്ത് ഉണ്ടായി കാണില്ല. ഇങ്ങനെ പല അനുബന്ധ കാരണങ്ങളും വന്നുണ്ടായിരിക്കാം. പക്ഷേ ഇന്നെല്ലാം കൊണ്ടും കറക്റ്റ് ടു കറക്റ്റ് ആയിട്ട് സെറ്റാണ്. ഇതാണ് ശരിക്കും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ സമാനം. പറയാറുണ്ട്, ഇൻഡസ്ട്രി പറയുമ്പോൾ, സാറേ ഞാനിത് 980 കേട്ടു, 90 കേട്ടു. നിങ്ങൾ മീറ്റിങ്ങിന് പോയത് എറണാകുളത്തേക്കല്ലേ, ഞങ്ങൾ പോയത് ഡൽഹിക്കാണ്. നിങ്ങൾ ഇവിടെ ഈ മലപ്പുറത്തേക്കല്ലേ പോയത്, ഞങ്ങൾ ചെന്നൈയിൽ പോയിട്ട് ഒരാഴ്ച നിന്നിട്ടുണ്ട്. ഇങ്ങനെ പലതും പറയുന്ന ആൾക്കാരുണ്ട്. അവിടെയൊക്കെ ചോദ്യം അത് അതിന്റെ സമയം ആയിരുന്നില്ല എന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ ഗവൺമെന്റിന്റെ അംഗീകാരങ്ങളും ജനങ്ങളുടെ തിരിച്ചറിവും. സോ സീരിയസ്ലി ഞാൻ പറയട്ടെ, ഇന്ന് ഗവൺമെന്റ് സീരിയസ്ലി സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ അനുമതി നിങ്ങൾ ആലോചിച്ച് നോക്കുക. 65,000 കോടിയിലേക്ക് ഫിക്കി ആൻഡ് KPMG. ഫിക്കി എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. KPMG എന്ന് പറഞ്ഞാൽ വേൾഡ് ലെവലിൽ ബിസിനസിനെ ഒതന്റിക്കലി പറയുന്ന ആളുകൾക്കാണ് KPMG എന്ന് പറയാം. ഈ രണ്ട് ടീമും ശരിവെച്ചുകൊണ്ട് പറയാണ് 65,000 കോടിയിലേക്ക് 2025 ടച്ച് ചെയ്യുന്ന, ഇവിടുന്ന് അങ്ങോട്ട് 8 മാസം ഈ ഒരു കാലയളവിനകത്തേക്ക്
ഇത് 65,000 കോടിക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്ലാറ്റ്ഫോം നിങ്ങൾ കഥ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടി 60% റിട്ടേൺ ആണെന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണോ നമ്മൾ ഇടത്തട്ടുകാർക്ക് കൊടുത്തത് അതാണ് നമ്മളെ ഡയറക്ട് സെല്ലേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ പോലെ ആളുകൾക്ക് കമ്പനി ഭാഗിച്ചു തരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇൻഡസ്ട്രി നമുക്ക് തരാൻ പോകുന്നത്. ആ ഇൻഡസ്ട്രി 60% ഏകദേശം കൊടുക്കപ്പെടുമെങ്കിൽ 65,000 കോടിയിലേക്ക് ഇൻഡസ്ട്രി എത്തുമെങ്കിൽ ഏകദേശം നമ്മൾ ഈ ബിസിനസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും 43,000 കോടിയോളം വരുന്ന വലിയൊരു സംഖ്യ സമൂഹത്തിനിടയിൽ ഭാഗിക്കപ്പെടുന്നുണ്ടാകും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേണം എന്നത് മാത്രം ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മൾ പ്ലാൻ പറയുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സാധനം. അതല്ലാതെ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു ആശങ്ക മുഖത്തുണ്ടെങ്കിൽ അത് ശരിക്കും സ്പാർക്ക് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് അത് പാടില്ല. കണ്ണിൽ നിന്ന് ഫയർ വന്ന് സംസാരിക്കാൻ പറ്റണം. ആ വിശ്വാസം നമുക്ക് സംസാരിക്കാൻ പറ്റണം. സുഹൃത്തെ, ഇത് നടക്കുമോ നടക്കൂല എന്ന് ചോദിക്കാൻ വേണ്ടി എന്നെ വിളിച്ചതല്ല. ഇത് നടക്കുന്നില്ല, പറക്കാണ്. ഇതിൽ നിന്ന് എന്തായാലും ഇത്രയും കോടികൾ ഇന്ത്യയിൽ വ്യാപരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് ഇത്രയൊക്കെ വേണം എന്ന് ആഗ്രഹമുണ്ട്. നിനക്ക് വേണോ വേണ്ട ഇത് ചോദിക്കാൻ വേണ്ടി വന്നതാണ് എന്ന അർത്ഥത്തിൽ വേണം നമ്മളുടെ കൃത്യമായിരിക്കുന്ന ടോക്ക് പോവേണ്ടത്. എന്ന് മാത്രമല്ല, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി വലിയ തൊഴിലുറപ്പ് നൽകുമെന്നതിനെ കുറിച്ച് കാര്യം നമ്മുടെ തൊഴിൽ മേഖല വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു. സമഗ്ര വളർച്ച രേഖപ്പെടുത്തിയ ഡയറക്ട് സെല്ലിംഗ് വ്യവസായം, ഇത് പറയുന്നത് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഹെഡിൽ നിന്നാണ്. നിങ്ങൾ ആലോചിക്കുക, ഗിഫ്റ്റ് എന്ന് പറയുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫൈനാൻസ് ആൻഡ് ടാക്സസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഫുല്ലമായിരിക്കുന്ന ഒരു ഒതന്റിക് ബോഡിയാണ്. ഇവിടുത്തെ ടാക്സിനെയും ഫൈനാൻസിനെയും ഒക്കെ നോക്കുന്ന ഒരു പ്രധാന ഒതന്റിക് ബോഡി പറയാണ് ഇത് സമഗ്ര വളർച്ചയാണെന്ന്. എന്നിട്ട് നമ്മുടെ പ്രശ്നം എന്താണ്? അയൽവാസി അങ്ങനെ പറഞ്ഞില്ലല്ലോ, എളാപ്പ പറഞ്ഞില്ലോ, ചെറിയച്ഛൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ബാലവാടിയുടെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെയാണ്. ഇവരാണോ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കുന്നത് എന്ന് നമ്മൾ നോക്കൂല. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു ചെറിയ പൈതമക്കൾ എന്ന് പറയും, ചെറിയ കുഞ്ഞുമക്കള്. നമ്മളെ വീട്ടിലെ 2 വയസ്സായ കുട്ടിക്ക് ഉപ്പച്ചിക്ക് ഇത്ര അസുഖമാണെങ്കിൽ അല്ലെങ്കിൽ അച്ഛന് ഇത്ര അസുഖമാണെങ്കിൽ മരുന്ന് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഒരു മരുന്ന് എഴുതി നമ്മൾ കഴിക്കോ ഇല്ലേ? ഇല്ല. കാര്യം അവൻ അതിന് സമയമായില്ല. അവന്റെ വാക്കുകൾ നമ്മളൊരു ചിരിച്ചു തള്ളുന്ന ഒരു രസകരമായ സ്നേഹമുള്ള വാക്കായിട്ട് എടുക്കുകയുള്ളൂ. അതൊരിക്കലും തലി കയറ്റിക്കാണ്ട് ലോകോത്തര തത്വജ്ഞാനാക്കി മാറ്റാറില്ല. പറ്റുന്ന പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ എവിടുന്ന ഡാറ്റ സ്വീകരിക്കുന്നത് പോലും ചിലപ്പോൾ നമുക്ക് അറിയില്ല. ഈ ഇൻഡസ്ട്രി പറയേണ്ടത് ഇതിലെ പഠിച്ചു വളർന്ന് ജയിച്ച ആളുകളാ. നമ്മൾ ഡാറ്റ സ്വീകരിക്കുന്നത് ഇതിൽ ഫെയിലിയർ ആയിരിക്കുന്ന ആൾക്കാരേക്കെന്ന്, ഇൻഡസ്ട്രി എന്താണെന്ന് അറിയാത്ത ആൾക്കാരേക്കെന്ന്. പിന്നെ പറയും സാറേ അയാൾ 10 കമ്പനി ചെയ്തേക്കുക. ചിലപ്പം പറയുന്ന ഒരു വാക്കാണ്, അയാൾ 10 കമ്പനി ചെയ്തിട്ട് അയാൾ അത്രയും ഫെയിലിയർ ആ. കാര്യം എന്താണ്? 2 കമ്പനി നമ്മൾ പറയേണ്ട ലാ യുൽഡൗൽ മുഅ്മിന മിൻ ജുഹ്രി മറത്തേ എന്ന് പറയേണ്ട 2 വട്ടം പാമ്പ് പിടിക്കരുത് ഒരു മാളത്തുനിന്ന്. സ്വാഭാവികമായിട്ടും 10 കമ്പനി ചെയ്തവർ 1ാമത്തെ കമ്പനി എന്തുകൊണ്ട് പഠിച്ചില്ല? ഒരു കമ്പനി എന്താവണമെന്ന് പോട്ടെ, 1ാമത്തെ അറിവില്ലായ്മ. 2ാമത്തെ കമ്പനി ചെയ്യുമ്പോഴെങ്കിലും പഠിക്കണ്ടേ? ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താവണം, എങ്ങനെയാവണം, മാനേജ്മെന്റ് എന്താവണം, അതിന് എന്താണ് ട്രാക്ക് റെക്കോർഡ് നോക്കേണ്ടത്, ഒരു ഇൻഡസ്ട്രിയുടെ ക്വാളിറ്റി എങ്ങനെ അളക്കേണ്ടതുണ്ട്, അതിന്റെ പേമാന എന്ത് എന്ന് നമ്മൾ അളക്കേണ്ടേ? ഇതും കിട്ട് പറയും ഞാൻ 10 കമ്പനി ചെയ്തിരിക്കുന്ന സാറേ എന്നറിയും. 10 കമ്പനി ചെയ്താൽ അത്രയും ഫെയിലിയറാ. ഇത് അറിയുന്ന ആൾ ഏറിപ്പോയാൽ 2 കമ്പനിയിൽ അറിവില്ലായ്മ കൊണ്ട് പെട്ടേക്കാം, 3ാമത്തെ കമ്പനിയെങ്കിലും നല്ലത് വന്നേക്കാം. അപ്പൊ ഞാൻ പറയുന്നത്, സമൂഹത്തിൽ നിന്ന് ഡാറ്റ സ്വീകരിക്കുന്ന സമയത്തും നമ്മുടെ ഉപദേശ കമ്മിറ്റികൾ കടന്നു വരുമ്പോഴും അവരെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നതിന്റെ ഭാഗത്തേക്കാണ്. സോ ദാറ്റ് ഈസ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ലോകാടിസ്ഥാനത്തിൽ നിങ്ങൾ നോക്കാം ഐഡിയസ്. ഇന്ന് ശരിക്കും പറഞ്ഞാല് ഇന്ത്യയിൽ തന്നെ ഈ ഇൻഡസ്ട്രിയെ, ദ പോപ്പുലേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഡിഫറെന്റ് കൺട്രീസ് നോക്കിയാലും ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇതിന്റെ കഥകളിൽ നിങ്ങൾ നോക്കാം. മലേഷ്യയിൽ 9%, ജപ്പാനിൽ 2%, കൊറിയയിൽ 3.5%, അങ്ങനെ ഡിഫറെന്റ് ആയിട്ട്. ഇന്ത്യയിൽ 0.7%. ഇത് എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാല് ഈ ഇൻഡസ്ട്രിയെ ശരിക്ക് പഠിച്ചു മനസ്സിലാക്കിയ ആളുകൾ അത്രയും വിരളമാണ് പോപ്പുലേഷൻ ലെവലില്, പെർസെന്റേജ് ലെവലില്. ചിന്തിച്ചു നോക്കേണ്ടത് നിങ്ങൾ ഒന്നാണ് മൈ ഡിയേഴ്സ്. ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാണ്, നമ്മുടെ USA നമ്മളുടെ മുന്നിൽ തന്നെ നിൽക്കുന്ന മലേഷ്യ, തൊട്ടപ്പുറത്തുള്ള ഈ മലേഷ്യ എന്ന രാജ്യത്ത് ആകെ 3 കോടി ജനതയാ ഉള്ളത്. ഈ 3 കോടി ജനതയുള്ള രാജ്യത്ത് വാർഷിക ടേൺ ഓവറായി കാണിക്കുന്നത് 30,000 കോടിയാണ്, അല്ലെങ്കിൽ 9,000 കോടിയാണ് ഏകദേശം നമ്മളുടെ ഇതായിട്ട് വാർഷികമായിട്ട് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്ക്. നമ്മുടെ രാജ്യത്തുള്ളത് 135 കോടിയാ. അതിനകത്ത് എത്ര 3 ഉണ്ടെന്ന് ഗുണിച്ചിട്ട് അതിനെ ഇൻറ്റു 9,000 കോടി കൊണ്ട് ഗുണിച്ചാൽ എത്ര ലക്ഷം കോടിയുടെ ബിസിനസ് ഇനി ഇന്ത്യയിൽ നിന്ന് വരാനുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, ചില ആളുകൾ പറയും സാറേ ഞാൻ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് 2 കൊല്ലായി, 3 കൊല്ലായി, 5 കൊല്ലായി, 6 കൊല്ലായി. ഡിയർ, ഈ ഇൻഡസ്ട്രി തുടങ്ങിയിട്ടില്ല. ഈ ഇൻഡസ്ട്രി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇനി എത്ര ആളുകൾ ഇതിനകത്ത്, ലക്ഷമല്ല കോടികൾ ആളുകൾ ഇതിലേക്ക് ഐഡിയ അടിക്കാൻ കിടക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയും സാറേ ഞാൻ വന്നിട്ട് 6 മാസമായി, ഒന്നും ആയില്ല. നമ്മൾ പറയും സുഹൃത്തേക്ക് തുടങ്ങുന്നുള്ളൂ, വെയിറ്റ്, നല്ലൊരു സമയം വരാൻ കിടക്കാണ്.
അതുകൊണ്ട് ഇന്ത്യക്ക് വലിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നത് സത്യമാണ്. എന്ന് മാത്രമല്ല, വൈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. സിംപ്ലസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എ കോമൺ മാൻ. എന്തിനാ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്യുന്നത്? നമ്മൾ ഈ വൈ ഫാക്ടർ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വെറുതെ വി വിൽ ഡ്രിഫ്റ്റ് അറൗണ്ട് എന്നാണ്. വെറുതെ കൊട്ടപ്പാലം കറങ്ങാന്ന് പറയും, വെറുതെ കറങ്ങി തിരിഞ്ഞടക്കും. ഇതിന്റെ കാര്യം മനസ്സിലാകുക, നമ്മളറിയില്ലേ, ക്യാഷ് ഇല്ലാത്തവൻ അങ്ങാടി പോയാലും വെറുതെ അവിടെ കിടന്ന് കറങ്ങുമെന്ന് പറഞ്ഞ പോലെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോ തന്നെ നമ്മൾ 100% ഇതിന്റെ വൈ ഫാക്ടർ കണ്ടെത്തണം. ഇപ്പൊ ഇതിലെ ഓരോ ജയിച്ച ലീഡർമാരും അവരെന്തിനാ ഇത് ചെയ്യണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ എന്തിനാ ഇത് ചെയ്യണത് എന്നുള്ളത് ഞാൻ കണ്ടെത്തണ്ടേ. പണ്ട് നമ്മളൊരു പഴയകാല കഥയിൽ പറയാറുണ്ട്, ഒരു വലിയ സ്നേഹം വന്നിരുന്ന എന്താ പറയാ രാജകുമാരനും രാജകുമാരി, എന്റെ രാജ്യത്തിലെ രാജകുമാരനും മറ്റൊരു രാജ്യത്തിലെ രാജകുമാരി, ഇവരെ തമ്മിൽ വലിയ പ്രണയത്തിലായി. അങ്ങനെ അവസാനം പ്രണയം മൂത്തു. അങ്ങനെ ഇവരുടെ കല്യാണത്തിന് വേണ്ടി നിന്നപ്പോ രാജ്യം സമ്മതിച്ചില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം അവര് 100% ഉറപ്പിച്ചു, നമുക്ക് എന്ത് ചെയ്യാ, തൂങ്ങി മരിക്കാന്ന്. അങ്ങനെ രണ്ട് നാട്ടുരാജ്യത്തിന്റെയും സംഗമ ഭൂമികയാകുന്ന ഒരു വലിയ മരത്തിന്റെ നടുവിൽ, ഒരു ആൽത്തറയിൽ വന്നിട്ട് അവിടുത്തെ തൊട്ടപ്പുറത്തെ മരത്തില് അവര് തൂങ്ങി. അങ്ങനെ പിറ്റേന്ന് രാവിലെ നല്ല രാഷ്ട്രത്തെയും രാജകുമാരനെയും കുമാരികളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ അതിലൂടെ നടന്നുപോയി. അങ്ങനെ ആ സമയത്ത് അദ്ദേഹം അവിടെ വന്നപ്പോൾ ഒരു സൈഡിൽ രാജകുമാരി തൂങ്ങുന്നു, അന്യരാജ്യത്തിന്റെ മറ്റൊന്ന് രാജകുമാരനും തൂങ്ങുന്നു. മനസ്സിൽ ഭയങ്കര വിഷമായി. ആ വിഷമായ സമയത്ത് 100% ഇയാൾക്ക് ചിന്തിച്ചു, നാളെ നമ്മുടെ രാജ്യം ഭരിക്കേണ്ട രാജാവ് ആവേണ്ടുന്ന രാജകുമാരൻ അതാ തൂങ്ങുന്നു, രാജ്യം നോക്കേണ്ട രാജകുമാരി ഇതാ തൂങ്ങുന്നു. ഇനി ഞാൻ എന്തിനു ജീവിക്കുന്ന നിലക്ക് മൂപ്പരൊരു കയറ് തൂങ്ങി, അപ്പുറത്തൊരു തൂങ്ങിയത്രേ. ആ സമയത്ത് മരണം അയാൾ നടന്നതിന് ശേഷം ആ നാട്ടിലെ പ്രബുദ്ധനായിരിക്കുന്ന ഒരു കവി അതിൽ കൂടെ നടന്നു വന്നു. അപ്പൊ അദ്ദേഹം ആ സീന് കണ്ടപ്പോ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ചിന്തിക്കാൻ, ഈ പൊട്ടൻ തൂങ്ങിയത് കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, മന്നവൻ മതിമറന്നു തൂങ്ങി, മഹതിയോ ഗതിയോർത്ത് തൂങ്ങി, എരപ്പാളി നീ എന്തിനു തൂങ്ങി. അതായത് മന്നവൻ തൂങ്ങണിന് ഒരു കാരണമുണ്ട്, അവർ തമ്മിലുള്ള മാനസികമായതാണ്. മഹതി തൂങ്ങാൻ കാരണം ഗതി ഓർത്തിട്ടാണ്, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നാണ്. പക്ഷെ എരപ്പാളി നീ എന്തിനു തൂങ്ങിയത് എന്ന് പറഞ്ഞ പോലെ ഈ വൈ ഫാക്ടർ കണ്ടെത്തിയില്ലെങ്കിൽ ലൈഫ് സ്പോയിൽ ആകും. അതുകൊണ്ട് ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ സിംപ്ലസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ എ കോമൺ മാൻ, ഏതൊരു മനുഷ്യനും തുടങ്ങാൻ പറ്റിയ ഒരു സിമ്പിളായ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ഇത്രയും സിമ്പിൾ ആയിട്ട് തുടങ്ങാൻ പറ്റിയ ഏത് ഓപ്പർച്യൂണിറ്റിയാണ് ലോകത്തുള്ളത്? ഒരു കോടീശ്വരനാകുന്ന ഒരു ബിസിനസ് ലോകം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സംഖ്യയുണ്ടോ, സമ്പത്തുണ്ടോ, പരിചയമുണ്ടോ? എ പെർഫെക്റ്റ് പാർട്ട് ടൈം ഓർ ഫുൾ ടൈം കരിയർ. നമ്മളുടെ ഒരു പെർഫെക്റ്റ് ആയിരിക്കുന്ന ഒന്നെങ്കിൽ പാർട്ട് ടൈം അല്ലെങ്കിൽ ഫുൾ ടൈം ആകാവുന്ന ഒരു കരിയർ ആണ് ഇതിനകത്തുള്ളത്. എക്സ്ട്രാ ഇൻകം, നമുക്ക് കൂടുതൽ അതായത് ഉള്ള വരുമാനത്തിന്റെ കൂടെ അധിക വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്ട്. മറ്റേത് പ്രൊജക്റ്റിലേക്ക് നടന്നാലും ഒരു പക്ഷേ ജോലി കഴിഞ്ഞ് 5 മണിക്ക് ഓഫീസിൽ നിർത്തുന്ന വ്യക്തിക്ക് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത യൂണിഫോം മാറ്റി പായാനോ, അതല്ലെങ്കിൽ അവിടെ ചെന്ന് ചിലപ്പോൾ ഒരു പക്ഷേ പിസ്സ ഹട്ടിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ എത്ര റിസ്കി ആയിരിക്കും അതൊക്കെ. ഇത് അങ്ങനെയല്ല. ജോലിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ സീരിയസ്ലി നമുക്ക് ഫോൺ കോളിലൂടെ ചെയ്യാൻ പറ്റും. ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത്, ബാബ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഏകദേശം 5 മണി വരെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ രാത്രി കാലങ്ങളിൽ ചിലപ്പം വീട്ടിലേക്ക് എത്തി വരുന്നത് 12 മണി അല്ലെങ്കിൽ 11 മണി സമയത്തൊക്കെ വീട്ടിലേക്ക് എത്തുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ സെയിം യൂണിഫോമിൽ ഇരുന്ന് കൊണ്ട് എനിക്ക് കോൾ ചെയ്യാൻ പറ്റും. അപ്പൊ എന്നോട് പറയായിരുന്നു, സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കക്കാടിൽ നിന്ന് കാലിക്കറ്റിലേക്ക് പോകുന്ന വാഹനം കക്കാട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനത് തൃശ്ശൂർ ബസ്സിൽ കയറാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ നമ്മുടെ KSRTC ബസ്സിൽ കയറാൻ തുടങ്ങി. അപ്പൊ ബസ്സിൽ കയറിയപ്പോൾ സുഖം എന്താണ്, ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ശരിക്കും 1.5 മണിക്കൂർ ഞാൻ ഡ്രൈവ് ചെയ്യണം. അപ്പൊ ഞാൻ ഫുൾ അതിൽ അലർട്ട് ആവണം. പക്ഷെ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ 1.5 മണിക്കൂർ എനിക്ക് ഡ്രൈവിംഗിന്റെ സമയത്ത് എനിക്ക് ഫോൺ കോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ അങ്ങോട്ടും 1.5 മണിക്കൂർ, ഇങ്ങോട്ടും 1.5 മണിക്കൂർ, 3 മണിക്കൂർ ദിവസം കിട്ടി. ഇങ്ങനെ സമയം ഉണ്ടാക്കലാണ് ലോകത്തെ ഏത് വിഷയം. ബിസിനസിന് സമയമില്ലെന്ന് പറയുന്ന വ്യക്തി സമയം കണ്ടെത്തലാണ്. ലോകത്ത് ആർക്കാ സമയമുള്ളത്? അംബാനിക്കും നമുക്കും ഒക്കെ 24 മണിക്കൂർ. ഇത് എങ്ങനെ ഉപയോഗിക്കാൻ അറിയുന്നത് നമ്മളെ വിധി നിർണ്ണയിക്കുന്നു പറഞ്ഞ പോലെ. സോ പെർഫെക്റ്റ് പാർട്ട് ടൈം ആയിട്ടും നമുക്ക് ഫുൾ ടൈം ആയിട്ടും കരിയർ ആയിട്ട് ചെയ്യാം. എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കുക, എക്സ്ട്രാ ടൈം നമുക്ക് ഉണ്ടാകും. ഫൈനാൻഷ്യൽ ഫ്രീഡം, ഇത് വലിയൊരു പദമാണ്. സാമ്പത്തികമായിട്ട് നമുക്ക് എന്തുണ്ടാവും, ഒരു ഫ്രീഡം ഉണ്ടാവുക. അതായത് ബില്ല് നോക്കാതെ പർച്ചേസ് ചെയ്യാൻ പറ്റുക. ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചു. അതേപോലെ തന്നെ പ്രോഫിറ്റ് can be created from expenses. വലിയൊരു പോയിന്റ് ആണ്. ആ പദം നീ ചെയ്യാൻ എഴുതി വെക്കുന്ന ആളുകൾ, പ്രോഫിറ്റ്സ് ക്യാൻ ബി ക്രിയേറ്റഡ്. ശരിക്കും നമുക്ക് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. അതായത് സാറേ ഞാൻ ആ സാധനം അല്ലെങ്കിൽ ഇന്നത് വാങ്ങിയപ്പോ എക്സ്പെൻസ് വന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ശരിക്കുള്ളത്. എക്സ്പെൻസിനെ പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ അയച്ചു വെക്കുക. നമ്മൾ ശരാശരി ലെക്സ് സോപ്പ് വാങ്ങിയപ്പോ അത് എക്സ്പെൻസ് ആയിരുന്നെങ്കിൽ ഓണാൻഡോന്റെ നീം സോപ്പ് വാങ്ങുമ്പോ അത് പ്രോഫിറ്റ് ആയി. കാര്യം എന്താണ്, അതിനകത്ത് ബിസിനസ് വോളിയം കയറി, അത് മറ്റൊരാൾക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അത് കാശായി മാറി. പേസ്റ്റ് വാങ്ങിയാലും അങ്ങനെ തന്നെ. സോ നമ്മുടെ എക്സ്പെൻസുകളെ എങ്ങനെ പ്രോഫിറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും എന്നതും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകതയാണ്. എന്ന് മാത്രമല്ല,
ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ സിനാരിയോ പറയുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് ആ പിക്ചറാണ് കാണാൻ പറ്റുന്നത്. ഏകദേശം 2025-22 കാലങ്ങളിലൊക്കെ നമ്മൾ നിൽക്കുന്നത് ഏകദേശം ഒരു 20,000-30,000 കോടിയുടെ ആസ്തിയിലാണെങ്കിൽ 2026 എത്തുമ്പോൾ ഇത് ടച്ച് ചെയ്യാൻ പോകുന്ന നിങ്ങൾ സ്ക്രീനിൽ നോക്കുക 70,000-80,000 കോടിയുടെ ഗ്രാഫിലേക്കാണ് കാണുന്നത്. ഇത്രയും വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഇൻഡസ്ട്രിയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നോ നമ്മൾ മറന്നു പോകും. ഇത്രയും വളർച്ച ഇനി വരാൻ കിടക്കുകയാണ്. അതായത് ഇതുവരെ ഇൻഡസ്ട്രി നിങ്ങൾ ആലോചിച്ച് നോക്കുക, തുടങ്ങിയിടം തൊട്ടത് താഴത്തിലൂടെ മാത്രം ഗ്രാഫ് പോയതെങ്കിൽ 23 ശേഷം 22 ശേഷം ആഫ്റ്റർ കൊറോണ എന്ന് പറയാം, അതിന്റെ ഗ്രാഫ് അത്യപാരത്തിൽ നിവർന്ന് നിൽക്കുകയാണ്. ഈ ഒരു സത്യത്തെ നിങ്ങൾ തിരിച്ചറിയുക. അതിന്റെ യഥാർത്ഥ ടൈം ഈസ് കമ്മിങ് എന്ന് മാത്രമല്ല, വി ആർ ഓൺ എ ഗോൾഡ് മൈൻ, നെവർ മിസ് ഇറ്റ്. നമ്മൾ നിൽക്കുന്നത് ഒരു വലിയ സ്വർണ്ണക്കനിന്റെ മുകളിലാണ്. സ്വർണ്ണക്കനി എന്ന് പറഞ്ഞാൽ കുഴിച്ചു പോയാലേ കിട്ടുള്ളൂ. നമ്മളെ പ്രശ്നം എന്താ അറിയോ? കസാലിട്ട് അതിന്റെ മേലെ നിൽക്കുകയാണ്. കനി പൊന്തി വരില്ല ഐഡിയസ്. കസാലയിൽ നിന്ന് ഇറങ്ങ്, കസേര എടുത്ത് വലിച്ചെറിയ, എന്നിട്ട് കുഴിക്കാൻ തുടങ്ങിയ താഴത്തോട്ട്. എന്നാൽ ഈ സാധനം കിട്ടും. എന്തൊക്കെയാണ് ഈ ഗോൾഡ് മൈൻ്റെ അകത്തുള്ളത്? ഫോർ നെക്സ്റ്റ് ഇയേഴ്സ് ഡെഫിനറ്റ്ലി പ്രോമിസിംഗ് ഇൻഡസ്ട്രി, ഡാറ്റ സെല്ലിംഗ് ഇൻഡസ്ട്രി. വരാൻ പോകുന്ന യുഗത്തിൽ ഐ ഗ്യാരണ്ടി പഠിച്ചു മനസ്സിലാക്കിയതനുസരിച്ച് തന്നെ പറയാണ്, ഒരു ഇൻഡസ്ട്രിയെ തമാശക്ക് ഞാൻ എന്റെ കരിയർ വലിച്ചെറിഞ്ഞെടുക്കില്ല. കാര്യം ഓൾമോസ്റ്റ് ദൈവം സഹായിച്ച് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോജക്റ്റ് എനിക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ തെറ്റില്ലാതെ ഏത് സ്കോപ്പുള്ള ജോബുകളിലേക്കും കടക്കാൻ പറ്റുമായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വലിയ ഓഫറുകൾ വന്നിരുന്നു. അതേപോലെ തന്നെ വലിയ വലിയ സാധ്യതകൾ കൊറോണ സമയത്ത് പോലും പല ഗൾഫ് ലെവലിലുള്ള ചാനലുകൾക്കാവട്ടെ ഇങ്ങനെ പലതും തുടങ്ങി ഇന്റർവ്യൂ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് കാത്തിരിക്കുന്ന സമയങ്ങളായിരുന്നു. മീൻസ് എന്താണെന്ന് വെച്ചാൽ നല്ല ജോബിലേക്ക് കടക്കാൻ കാത്തു നിൽക്കുന്ന സമയമാണ്. തിരിച്ചറിവ് വന്നിട്ട് ഇൻഡസ്ട്രി എടുത്തത്. ജോലി ഇല്ലാത്തതുകൊണ്ട് എടുത്തതല്ല, വരുമാനം ഇല്ലാത്തതുകൊണ്ടും എടുത്തതല്ല, കരിയർ ഇല്ലാത്തതുകൊണ്ടും എടുത്തതല്ല. വലിയൊരു തിരിച്ചറിവാണ്. കാര്യം വരാൻ പോകുന്ന യുഗം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആണെന്ന തിരിച്ചറിവ്. എ ന്യൂ ഹോപ്പ്, വലിയൊരു പ്രതീക്ഷ ഇനി കടന്നു വരുന്നു. എ ന്യൂ ഹൊറൈസൺ, വലിയൊരു ചക്രവാളം നമ്മളെ കാത്തിരിക്കുന്നു. എ ന്യൂ വേൾഡ് ഈസ് എമേർജിംഗ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു പുതിയൊരു ലോകമാണ്. ശരാശരി നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഏത് ജോബ് സെക്ടറിൽ പോകുന്ന വ്യക്തി അവരുടെ ഗവൺമെന്റ് ജോലി കിട്ടിയാലും ഉച്ചയ്ക്ക് ശേഷം എനിക്ക് ഇറങ്ങണം എന്ന് പ്രൈവറ്റ് സെക്ടർ ജോലിയിൽ ഇന്റർവ്യൂ ബോർഡിൽ പയ്യന്മാര് പറയാണ്. അവിടുത്തെ ആളുകൾ പറയാ, എന്താണ് ഉച്ച കഴിഞ്ഞാൽ സാർ എനിക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ചെയ്യണം എന്ന് പറയുന്നതാണ് മറ്റുള്ള രാജ്യങ്ങളിലും പൗരസ്ത്യ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നതെങ്കിൽ ആ ഒരു ലോകം നമ്മുടെ നാട് കേൾക്കാൻ പോവാണ്. അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മളുള്ളത്. എ ന്യൂ കൾച്ചർ, ഒരു പുതിയ കൾച്ചർ, എ ന്യൂ കരിയർ, എ ന്യൂ സെറ്റ് ഓഫ് മില്ലേനിയസ് എമേർജിംഗ്. പുതിയ കോടീശ്വരന്മാർ ജന്മം കൊള്ളാൻ പോവാണ്. കാര്യം സീരിയസ്ലി ഇതുവരെ കോടീശ്വരന്മാരെ ഉണ്ടാക്കിയത് ഗൾഫിന്റെ പണമാണ് എന്നുണ്ടെങ്കിൽ ഇനി കാണാൻ പോകുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പണമാണ്. അതിന്റെ കണക്കുകൾ നമുക്ക് പറയാം. സോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി 100% സത്യമെന്ന് വിശ്വസിച്ച് ഈ നാടിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിലെ ഒരു പ്രധാന സയന്റിഫിക് പാനലിലുള്ള വ്യക്തിയാണ് റോബർട്ട് കിയോസാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ വ്യക്തിയുടെ പുസ്തകങ്ങൾ തന്നെ ഇന്ന് ലോകത്ത് സാമ്പത്തിക വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയാ ബൈബിളായിട്ട് വിശ്വസിക്കപ്പെടുന്നത്. റിച്ച് ഡാഡ് പുവർ ഡാഡ് വായിക്കാത്തവർ കുറവായിരിക്കും. അതേപോലെ തന്നെ വൈ ഡു യു വാണ്ട് ടു ബി റിച്ച് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിനും കൂടെ ഒരുമിച്ച് എഴുതിയ പുസ്തകം. അതേപോലെ ദ ബിസിനസ് ഓഫ് 21st സെഞ്ചുറി, 21ാം നൂറ്റാണ്ടിന്റെ ബിസിനസ്, ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ്, SBI, ഇങ്ങനെയുള്ള ലോകപ്രസിദ്ധ പുസ്തകങ്ങൾക്ക് ജന്മം നൽകിയ വ്യക്തിയാ. ഇയാളെ വരികൾ ഇന്നും എക്കണോമിക്സിന്റെ പുസ്തകങ്ങളായിട്ട് അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട നമ്മളുടെ സാമ്പത്തിക വിജ്ഞാനത്തിന്റെ തന്ത്രങ്ങളായിട്ട് വായിക്കപ്പെടുന്നു, വിശ്വസിക്കപ്പെടുന്നു, ജനങ്ങൾ നോക്കുന്നു ഇന്നും. അത്രയും വലിയൊരു കാര്യദർശിയുള്ള ആളുകളൊക്കെയാണ് ഈ ഇൻഡസ്ട്രിയെ 100% വരാൻ പോകുന്ന പ്രോമിസിംഗ് ജയന്റ്, വലിയ അത്ഭുതം എന്ന് വിശ്വസിക്കുന്നത്. എന്നിട്ട് നമ്മുടെ നാട്ടിലത്തെ വിവരമില്ലാത്ത ആളുകളോ ഇതിനെ ഇൻഡസ്ട്രി അറിയാത്ത ആളുകളോ പറയുമ്പോൾ അത് വിശ്വസിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിവരമില്ലാത്ത നമുക്കല്ലേ. സോ ഇത് ഇദ്ദേഹത്തിന്റെ 4 പ്രധാന പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞോളൂ. ഇങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങൾ. ഇത് ഇയാൾ മാത്രമല്ല, നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. ഈ സ്ക്രീനിൽ കാണുന്ന ആളുകളുടെ പേരും എണ്ണം വണ്ണം നിങ്ങൾ ശരിക്കൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്. നമ്മുടെ തോമസ് കെവേ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ, താങ്ക് യു നസീവ മാഡം, നബീസ മാഡം. പിന്നെ ഇതിൽ തോമസ് നമ്മുടെ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തിന്റെ ഉടമകള്. അതേപോലെ തന്നെ നമ്മുടെ റിച്ചാർഡ് ബ്രാൻസൺ വെർജിൻ ഗ്രൂപ്പിന്റെ 400 ചില്ലാനം കമ്പനികളുടെ ഉടമയാണ്. ആ വ്യക്തിയും പറയുന്നു നെറ്റ്വർക്ക് മഹാത്ഭുതം എന്ന്. ലോകത്തിലെ 1ാം നമ്പർ കോടീശ്വരനായിരുന്നു, പിന്നീട് 3 ആയിരുന്നു, പിന്നീട് 5 ആയിരുന്നു, പിന്നീട് തന്റെ സമ്പത്തിന്റെ 99% സാധുക്കൾക്ക് ചാരിറ്റിക്ക് എഴുതി കൊടുത്തപ്പോൾ ലോകത്തിലെ 10ാമത്തെ കോടീശ്വരനായി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ എന്ന പേരുള്ള വാരൻ ബഫറ്റ് 3 ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കമ്പനി വാങ്ങിക്കഴിഞ്ഞു. മൈ ഡിയേഴ്സ്, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ബർക്ക് ഷെയർ യൂണിറ്റിന്റെ ഡിപ്പാർട്ട്മെന്റ് ചെയർമാനായി നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിൽ എണ്ണപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റർ എന്ന് വിശ്വസിക്കുന്ന മിസ്റ്റർ വാരൻ ബഫറ്റ് നമ്മുടെ കമ്പനിക്ക് മൈ ലൈഫ് എന്ന് പേര് പറയുന്നുണ്ടെങ്കിൽ 3 ലോകോത്തര കമ്പനികളെ വാങ്ങി വരാൻ പോകുന്ന അത്ഭുതം അതെന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്കറിയാൻ പറ്റും. നമ്മുടെ റോബിൻസിനെ കുറിച്ച് നമ്മൾ തിരിച്ചറിയുക. അതേപോലെ തന്നെ ബിൽ ഗേറ്റ്സ് പറയുന്ന
ലോകത്തിലെ മഹാത്ഭുതം അതെന്ന്. അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ ഒട്ടുമിക്ക ആളുകൾ ഇപ്പൊ നമ്മൾ ലൈക്ക് അടിക്കുന്ന സമയത്ത് ആ സ്ക്രീന് കൃത്യമായിട്ട് കാണപ്പെടില്ല ചെറിയ ആളുകൾക്ക്. നമ്മുടെ ലെസ് ബ്രൗണിനെ പോലെയുള്ള ആളുകള്, അതേപോലെ തന്നെ നമുക്ക് ഒന്നും നോക്കണ്ട, പുറമേയുള്ള ആളിലേക്ക് നോക്കണ്ട. നമ്മുടെ ഈ സ്ക്രീനിൽ താഴത്ത് കാണുന്ന വ്യക്തി ആരാന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ കാലിക്കറ്റിന്റെ ഒക്കെ കലക്ടറായിട്ട് മാറിയിരുന്നു അമിതാഭ് കാന്ത് IAS, നീതി ആയോഗിന്റെ ചെയർമാൻ. ഇന്ത്യ ഇനി എങ്ങോട്ട് പോകണമെന്ന് ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ എന്നൊക്കെ പറയുന്നുണ്ടാകും. അതായത് ഇന്ത്യയുടെ ഇക്കോണമിക്സ്, സാമ്പത്തിക സ്ഥിതി എവിടേക്ക് പോകണമെന്ന് തലപ്പത്തിരുന്ന് നാരായം കുറിക്കുന്ന ആളുകളുടെ വലിയ പാനലിന്റെ ഹെഡാണ് മിസ്റ്റർ അമിതാഭ് കാന്ത് IAS. അയാളെ പോലെയുള്ള ആൾക്കാർ പറയുന്നത് ഇന്ത്യ നീഡ്സ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്നാണ്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഇന്ത്യക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കൂടിയേ തീരൂ. ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് രക്ഷപ്പെടണോ, മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്ട് വന്നേക്കണം എന്ന് അവർ പറയുന്നു. അതിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞ ഒരു വരി എന്നെ വലിയ സ്ട്രൈക്ക് ചെയ്തു. ആ വരി ഇതായിരുന്നു: ദേ ആർ ദ റിയൽ ഇക്കോണമി ഡ്രൈവേഴ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സാമ്പത്തികം തലപ്പത്തിരുന്ന് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ വി ദ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. നമ്മൾ ഡയറക്ട് സെല്ലേഴ്സ്, നമ്മളാകുന്ന ഡയറക്ട് സെല്ലേഴ്സ് ആണ് അത്രേ ഇന്ത്യന്റെ എക്കോണമി ഡ്രൈവ് ചെയ്ത് ഈ രാജ്യത്തിനെ പരമോന്നത പീഠത്തിലേക്ക് എത്തിക്കാൻ പോകുന്ന ആൾക്കാര്. ഇത് പറയുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ വീണ്ടും എന്ത് ചെയ്യാണ്? എളാപ്പത് പറഞ്ഞില്ല, ചെറിയച്ഛൻ ഇങ്ങനെയല്ല, കൊച്ചച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നാട്ടിലത്തെ ഇല്ലയാള്, നമ്മളതെല്ലാം ഒഴിവാക്കും. മതി നമ്മളെ നാട്ടിലെ അഭ്യസ്ത വിദ്യരായിരിക്കുന്ന റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരൊക്കെ കാണുമായിരിക്കും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് സത്യത്തിൽ ഇക്കോണമി പറയേണ്ടത് ആരാണെന്നാ ചിന്തിക്കേണ്ടത്. പെണ്ണ് കെട്ടാൻ നമുക്ക് വാപ്പാണ്ട് ചോദിക്കാം, അതുകൊണ്ടല്ലേ വാപ്പ് കെട്ടിയതുകൊണ്ടല്ലേ നമ്മൾ ഉണ്ടായത്. വീടുണ്ടാക്കൽ എങ്ങനെയാന്ന് കുടുംബക്കാരെ ചോദിക്കാം, വീട് അവരുണ്ടാക്കിയിട്ടുണ്ടല്ലോ. പക്ഷെ ഒരു മാസം എങ്ങനെ മന്ത്ലി ഇങ്ങനെ 25 ലക്ഷം ഉണ്ടാക്കില്ല നമ്മൾ വാപ്പാനോടോ കുടുംബക്കാരോടോ ബന്ധുക്കളോടോ നാട്ടിൽ റിട്ടയർഡായി നിൽക്കുന്ന അധ്യാപകനോടോ ഉദ്യോഗസ്ഥനോ ചോദിച്ച വല്ല കാര്യം ഉണ്ടോ? അവർ മാസം 25 ലക്ഷം ഉണ്ടാക്കിക്കണോ? അത് ചോദിക്കാൻ മുബീൻ സാറോട് ചോദിക്കണം, അത് ചോദിക്കാൻ ബെല്ലി സാറോട് ചോദിക്കണം, അത് ചോദിക്കാൻ പ്രസാദ് സാറോട് ചോദിക്കണം, അത് ചോദിക്കാൻ അതുപോലെയുള്ള നമ്മുടെ ഇൻഡസ്ട്രിയിൽ വിജയിച്ച ആൾക്കാർ ചോദിക്കണം. അവരല്ലേ ഇത് പറഞ്ഞു തരേണ്ടത്. വാങ്ങിയോൻക്കല്ലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ, പോകാത്തവൻക്ക് എങ്ങനെ ഇത് പറഞ്ഞുതരാം, ആ സ്ഥലം എങ്ങനെയാന്ന് പറഞ്ഞുതരാൻ പറ്റുക? ഇത് നമ്മൾ തിരിച്ചറിയാൻ പറ്റുക എന്നത് ഇമ്പോർട്ടന്റ് ആണ്. സോ സീരിയസ്ലി ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് പറയുന്ന, ആ സ്ലൈഡിൽ നിങ്ങൾ നോക്കുക, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് പാഠ്യപുസ്തകങ്ങളിൽ കയറി കഴിഞ്ഞു. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലും അതേപോലെ തന്നെ നമ്മുടെ ഉത്തരേന്ത്യയിലേക്ക് ഏറ്റവും അറിയപ്പെട്ട ഇന്ന് വേൾഡ് തലത്തിലെ റാങ്കിലുള്ള യൂണിവേഴ്സിറ്റി ആ ഷോലിനി യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ PG ഡിപ്ലോമ ഇൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കരിയർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 ഇയർ കോഴ്സിന് 1.5 ലക്ഷം റുപ്യാണ് മൈഡിയസ്. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കോഴ്സ് പഠിക്കാൻ ഇന്ന് 1.5 ലക്ഷം രൂപയായിട്ട് നിങ്ങൾ ആലോചിക്കുക. PG ഡിപ്ലോമ ഇൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇത്രയും വലിയ ബ്രേക്കിംഗ് ന്യൂസുകൾ വാർത്താ ചാനൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ടും നമുക്കിത് തിരിയുന്നില്ല. എന്ത് ചെയ്യും നമ്മൾ എന്ന് മാത്രമല്ല, നിങ്ങൾ ആലോചിക്കുക, അനുരാഗ് ഠാക്കൂറിന്റെ IDSA എന്ന് പറയുന്ന ഈ ടീംസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ 2 പ്രധാന ടീമിന് IDSA, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ, മറ്റൊന്ന് സെഡ്സ എന്ന് പറയും, മറ്റൊന്ന് ഇഡ്സ എന്ന് പറയും. സെഡ്സ എന്ന് പറഞ്ഞാൽ സെന്റർ ഫോർ എക്സലൻസ് ഫോർ ഡയറക്ട് സെല്ലിംഗ് അസോസിയേറ്റ്സ്. ഈ സെഡ്സയും ഇഡ്സയും കൂടിയിട്ട് പുതിയൊരു കാര്യം ഇപ്പോൾ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. MBA ഇൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ ട്യൂഷൻ സെന്ററുകൾ നമ്മളെ നാട്ടിൽ വരുമ്പോഴാണ് പഠിച്ചോനെ അന്ന് ഇതായിരുന്നല്ലോ ഒരു ഉസ്താദ് പറഞ്ഞത്, ഇതാണ് അബ്ദുറഹ്മാൻ സാമാർ പറഞ്ഞത്, ഇതായിരുന്നു ബെല്ലി സാർ നമ്മോട് പറയാൻ, ഇതാണ് ഷാഹിർ സാർ പറഞ്ഞത്. ഇങ്ങനെ തുടങ്ങിയിട്ട് അന്ന് എടുത്ത് തിരിയും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, വൈകി തിരിഞ്ഞിട്ട് വല്ല കാര്യമൊന്നും ഉണ്ടാവില്ല. കാര്യം തിരിയുന്നത് എപ്പോഴും നേരത്തെ തിരിയണം. നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഒരു ദിവസം നമ്മുടെ എന്താ പറയാ ഡിഗ്രി ആളുകള് ഒരുമിച്ച് കൂടിയിട്ട്, ഡിഗ്രി അല്ല ഡിഗ്രി ഒക്കെ കഴിഞ്ഞു പോയ ആളുകള് നമ്മളുടെ ഓൾഡ് ബാച്ച് ഒരുമിച്ച് കൂടുന്ന ഗെറ്റ് ടുഗദർ പ്രോഗ്രാം വന്നു. ആ ഗെറ്റ് ടുഗദർ പ്രോഗ്രാമില് ഡിഗ്രിക്കാർ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതാണ്, +2 കഴിഞ്ഞ മക്കളാണ്. ആ സമയത്ത് ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ നല്ലൊരു അടി അടിച്ചു. അതായത് ഗെറ്റ് ടുഗദറിന്റെ പ്രോഗ്രാമിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ആ സമയത്ത് ഇത് കേസായി. കേസെന്നല്ല, വലിയ കോലാഹലമായി. കാരണം സ്നേഹങ്ങൾ പങ്കുവെക്കാൻ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു കുട്ടി മറ്റേ കുട്ടിനെ തച്ചു. ആ സമയത്ത് ഈ കേസ് നേരിട്ട് അപ്പൊ തന്നെ സാറ് ചോദിക്കും, എന്തിനാ മോനെ ഇപ്പൊ അവനെ തല്ലാനുള്ള കാരണം ഉണ്ടായത്? അവനെ സാറേ ഇവനെ ഇപ്പോപ്പൊട്ടാമസ് എന്ന് വിളിച്ചു. അപ്പൊ പറഞ്ഞ ഇപ്പോപ്പൊട്ടാമസ് എന്ന് വിളിച്ചു അവന്. അവൻ അല്ല സാർ, ഇവനെ വിളിച്ചത് 1ാം ക്ലാസ് എന്ന് വിളിച്ചതാണ്. പക്ഷെ അന്ന് എനിക്ക് വിളിച്ചപ്പോ ഇപ്പോപ്പൊട്ടാമസ് എന്താണെന്ന് അറിയാത്തോണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷെ ഞാൻ അതിന് ശേഷം ടൂറ് പോയപ്പോഴാണ് ഈ ജീവിനെ കാണുന്നത്. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്, അതിന്റെ അടി ഇപ്പോഴാണ് കൊടുത്തത്. ഇതേപോലെ വൈകി ഉദിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. തിരിയുന്നുണ്ടെങ്കിൽ അപ്പൊ തിരിയണം, അല്ലാതെ കാലം കഴിഞ്ഞിട്ട് തിരിഞ്ഞിട്ട് വലിയ കാര്യം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സീരിയസ്ലി പറയുന്ന മൈഡിയസ്, ഇത് ഇപ്പൊ തിരിയട്ടെ. ഗവൺമെന്റ് സെക്ടറിന് എത്ര വലിയ സപ്പോർട്ടാണ് നമുക്ക് വന്നത്. 3 പ്രധാന ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അറിയാനുള്ളത്, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത്. ഒന്ന്, വിൽ ദിസ് ബിസിനസ് വർക്ക്? ഈ ബിസിനസ് വർക്ക് ചെയ്യുമോ? അതല്ലെങ്കിൽ ഈസ് ഇറ്റ് വർത്ത് ഡൂയിങ് ദിസ് ബിസിനസ്? ഞാൻ ഇത് ചെയ്തിട്ട് കാര്യമുണ്ടോ? ക്യാൻ ഐ ഡു ദിസ്? എനിക്കിത് ചെയ്യാൻ പറ്റുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയണമെങ്കിൽ
ആക്ച്വലി നമ്മളെല്ലാം പറഞ്ഞു ജോലിയിലൂടെ വരുമാനം ഉണ്ടാക്കുക, ബിസിനസ്സിലൂടെ വരുമാനം ഉണ്ടാക്കുക. നമുക്ക് വിശ്വാസം വന്നു കഴിഞ്ഞു ബിസിനസ്സുകാരനാണ് നല്ലൊരു ലക്ഷറി ലൈഫ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ വീടിനകത്ത് അല്ലെങ്കിൽ നാട്ടില് അല്ലെങ്കിൽ എൻഎസ്ഒയിലേക്ക് കസാരയിട്ട് അവിടെ ഇരിക്കുക, ഏകദേശം 1 കോടിയുടെ കാറ് പറന്നു പോകുമ്പോൾ അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് B.Ed പാസ്സായ M.Ed-കാരനാണോ MPhil-കാരനാണോ PhD-കാരനാണോ അല്ല, സ്കൂളിൽ പോയിട്ടില്ലെങ്കിലും ശരി ബിസിനസ് സാമ്രാജ്യം നടത്തുന്നവനാണോ? ഡെഫിനറ്റ്ലി ഞാൻ പറയും 99% 1 കോടിയുടെ മുകളിലുള്ള കാറ് പറത്തി എൻഎച്ചിലൂടെ പറക്കുന്നവൻ അത് ബിസിനസ്സുകാരനാ. നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുന്ന 10 കോടിയുടെ 20 കോടിയുടെ 100 കോടിയുടെ ഒക്കെ വീടും വില്ലാ പ്രൊജക്റ്റും ഉള്ളത് ആർക്കാണ്? ഞാൻ സീരിയസ്ലി പറയും, അതും PSC-യിലെ 1ാം റാങ്കിലെ വ്യക്തിക്കല്ല. ഞാൻ മനസ്സിലാക്കുന്നത് സ്കൂളിൽ പോയില്ലെങ്കിലും PSC എഴുതിയില്ലെങ്കിലും ശരി ബിസിനസ്സുകാരനാണ്. സോ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിലും ഏറ്റവും നല്ലത് എന്ത് തന്നെയാണ്? ബിസിനസ് ആണ്. സോ ചോദ്യം, വാട്ട് ഈസ് എ ബിസിനസ്? എന്താ ബിസിനസ്? സോ ഇറ്റ്സ് എ സൊല്യൂഷൻ. ബിസിനസിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതൊരു പരിഹാരമാണ്. ആസ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്, ഒന്നെങ്കിൽ പ്രൊഡക്റ്റ് കൊണ്ട് അല്ലെങ്കിൽ സർവീസ് കൊണ്ട് ടു എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിനെ സൊല്യൂഷൻ നടത്തുന്നതിന്റെ പേരാണ് ബിസിനസ്. ഉദാഹരണം, ഹോട്ടൽ ഒരു ബിസിനസ് ആണ്. എന്തുകൊണ്ട്? ജോലി ചെയ്യുന്ന വ്യക്തിക്ക് തന്റെ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകാൻ പ്രയാസമാണ്. അവിടെ പോയി വരുമ്പോഴത്തേന് ജോലിയുടെ സമയത്തെ ബാധിക്കും, തന്റെ സംഖ്യയെ ബാധിക്കും, ആരോഗ്യത്തെ ബാധിക്കും. അപ്പൊ ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്? ആ ജോലിയുടെ തൊട്ടപ്പുറത്ത് ഓഫീസിന്റെ അപ്പുറത്തെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം. അപ്പൊ ഈ ഹോട്ടൽ എന്താ പരിഹരിച്ചത്? വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രതിസന്ധി ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ പ്രോബ്ലത്തെ സൊല്യൂഷൻ നടത്തി. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കി, എല്ലാ ബിസിനസ് ഒരു പരിഹാരമല്ലേ? അത് ഹോട്ടൽ എടുത്താലും ഹോസ്പിറ്റൽ എടുത്താലും വിദ്യാഭ്യാസം അതൊരു ബിസിനസ് ആണ്. ഏതർത്ഥത്തിൽ? അഭ്യസ്ത വിദ്യരാകുന്ന ആളുകൾ രാജ്യത്തില്ലെങ്കിൽ ആ രാജ്യം അസ്തമിച്ചു പോകും, മുരടിച്ചു പോകും, സമൂഹം തളർന്നു പോകും. അവർക്കുള്ള പരിഹാരമാണ് ആര് ചെയ്തു കൊടുക്കുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനം ചെയ്തു കൊടുക്കുന്നത്. ഇറ്റ്സ് എ സൊല്യൂഷൻ. സോ നമ്മൾ നോക്കേണ്ടത്, വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ചലഞ്ച് ഇൻ ടുഡേസ് വേൾഡ്? ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയ ചലഞ്ച് ഏതാ നോക്കുക, പ്രോബ്ലം ഏതാ നോക്കുക. ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. സോ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം കണ്ടെത്തുക. ഒരു ബിസിനസ്മാൻ ആദ്യം ചെയ്യാനുള്ളത്, ഞാൻ ഇന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ത്? ഈ ഏറ്റവും വലിയ പ്രശ്നത്തിന് ഏറ്റവും വലിയ പരിഹാരം, ഏറ്റവും വലിയ പരിഹാരം, ഏറ്റവും വലിയ ബിസിനസ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഏതാണ്? ദാറ്റ് ഈസ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. നമുക്കറിയാൻ പറ്റും ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണ്. ശരിക്കും നിങ്ങൾ ആലോചിച്ചു, ആ സ്ക്രീനിൽ കാണുന്നത്, നമ്മുടെ സമയം അതിക്രമിക്കുന്നു. റിയലി സോറി മരിയസ്, പെട്ടെന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. ആ സ്ക്രീൻ ഒന്ന് വായിച്ചെടുത്താലും മതി. അതിനകത്ത് എല്ലാം ഉണ്ട്. എന്നേക്കാൾ ഭംഗിയിൽ തിരിച്ചറിവുള്ള ലീഡർമാരെ എന്നെ കേൾക്കുന്നു എന്നുള്ളത് എനിക്ക് സന്തോഷമാണ്. അവര് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും ബാക്കി. സോ 7 കോടിയോളം വരുന്ന ഡയബറ്റിക്സിന്റെ വലിയ കഥ 2025 നമ്മൾ കാണാൻ പോവാണ്. 25 തന്നെ അധിക ദൂരമില്ല മൈഡിയസ്. 7 കോടിയോളം വരുന്ന ആളുകൾ നമ്മൾ പ്രമേഹത്തിലേക്ക് കടക്കുമെന്ന്. ഇന്ത്യയാണത്രേ ഈ ഡയബറ്റീസിന്റെ ക്യാപിറ്റൽ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്, ഇന്ന് ഏകദേശം 25,000 രൂപ പെർ ആനുവൽ, അതായത് ഒരു വാർഷിക മായിട്ട് അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഏകദേശം 25,000 ഒരു നല്ല ഡയബറ്റിക് രോഗിക്ക് ചെലവ് വരുന്ന തലത്തിലേക്ക് കാലം മാറുന്നുണ്ടെങ്കിൽ ഈ 25,000 ഉണ്ടോ ശരിക്കും ഒരു ഡയബ ലൈഫിന്? അതല്ലെങ്കിൽ ഈ 7 കോടി ആളുകൾ പ്രമേയത്തിലേക്ക് മാറുമ്പോ ആ ആളുകൾക്കുള്ള പരിഹാരമാകുന്ന ശരിക്കുള്ള നമ്മളുടെ ഡയബ ലൈഫ് നമ്മളെ കയ്യിലുണ്ട്. അതിന്റെ ബിസിനസിന്റെ സാധ്യത ആരാ ചിന്തിച്ചു നോക്കിയത്? ഇത് തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് വിദേശ കമ്പനികൾ 2,000, 3,000, 4,000 കോടി മുടക്കിയിട്ട് ഇന്ത്യയിൽ ഇൻസുലിന്റെയും ഡയബറ്റിക് ലെവലിലുള്ള രോഗത്തിന്റെയും മേഖലയിലേക്ക് കോടികളെ ഇൻവെസ്റ്റ് നടത്തിയിട്ട് പ്രൊജക്ട് തുടങ്ങുക. ആ സമയത്ത് കയ്യിൽ നമ്മുടെ ഈ ഡയബ ലൈഫും പിടിച്ചിട്ട്, സാറേ ഇത് നടക്കൂല, ഡയബ ലൈഫ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് തിരിച്ചറിവിന്റെ പ്രശ്നമാണ് മൈഡിയസ്. ഇത് നമ്മൾ തിരിച്ചറിയുക എന്നത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചൈനയിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏകദേശം 2,40,000 വരുന്ന ആള് എന്താണ് ഒരു ഗ്രോത്ത് റേറ്റ് കാണിക്കുന്നത്. വുമൺ ഏറ്റവും കൂടുതൽ. ഓരോ രാജ്യവും നിങ്ങൾക്ക് അവിടെ വായിച്ചു നോക്കാൻ പറ്റും. ബ്രസീൽ, ഇന്ത്യ, ഇന്തോനേഷ്യ, ചൈന, US, ഓരോ രാജ്യത്തിന്റെയും ഡയബറ്റിക് പാനൽ നിങ്ങൾ നോക്ക്, അത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്കൊക്കെ ആകെ രക്ഷയുള്ള ഒരു സാധനം നമ്മളെ കഴിക്കുന്നുണ്ട്. അതാണ് ഡയബ ലൈഫ്. കുറുക്കൻ ആമനെ കിട്ടിയെന്ന് പറഞ്ഞ പോലെ നമുക്കിത് ഇപ്പോഴും മനസ്സിലായില്ല. ശരിക്കും ആലോചിച്ച് നോക്ക്, ലോകത്ത് വെറും പുട്ടുപൊടി വിറ്റിട്ട്, നമുക്കറിയാം അജ്മി പുട്ടുപൊടിയുടെ കാക്കയാണ് ഇന്ന് വലിയൊരു മില്ലേനിയർ ആയിട്ട്, മൾട്ടി മില്ലിയനർ ആയിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരം ഉദ്ഘാടനം ചെയ്ത കഥ നമ്മളെല്ലാവരും ഇന്ന് യൂട്യൂബിൽ ഇന്ത്യയിലൊക്കെ കണ്ടു. എല്ലാവരും പുട്ട് തിന്നുണ്ടാവും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് തന്നെ ഞാൻ പറയുന്നു, 90% വീട്ടിൽ ഇന്ന് പുട്ടല്ല, 10% വീട്ടിൽ പുട്ടായിരിക്കും. എന്നിട്ടും ഈ അജ്മി പുട്ടുപൊടി വിറ്റിട്ട് അദ്ദേഹം ലോകത്തിലെ രാജാവായി മാറി. ലോകത്ത് എല്ലാവർക്കും വേണ്ട സാധനമാണ് ഈ സാധനം, ഡയബ ലൈഫ്. ഇത് വിറ്റ് നമുക്ക് എത്ര കോടീശ്വരനാകാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. സീരിയസ്ലി ആലോചിച്ചു, ഈ സ്ക്രീനിൽ കാണുന്നത് 1.38 മില്യൺ വരുന്ന ആളുകള് ബ്രസ്റ്റ് ക്യാൻസറിലേക്കാണ്. ഓരോ 4 മിനിറ്റിലും ഒരു ഇന്ത്യൻ പെണ്ണ് ബ്രസ്റ്റ് ക്യാൻസറിൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ട് അത്രേ. ഓരോ 13 മിനിറ്റിലും ഒരു പെണ്ണ് ബ്രസ്റ്റ് ക്യാൻസറിൽ മരിക്കുന്നുണ്ട് അത്രേ. 4,58,800 വരുന്ന
ഡെത്തുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എത്രയാ വാർഷികമായിട്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഇത്രയും വലിയ അലാമിംഗ് ആയിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ മുമ്പിൽ ഉണ്ടായിട്ട് നമ്മളെ കൈക്കൽ നമ്മുടെ എന്താ പറയാ 95 വരുന്നുണ്ട്, വുമൺ പാക്കേജ് വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ട് നമുക്ക് സപ്ലൈ ചെയ്തുകൂടാ? നമ്മൾ ചെയ്യൂല. അപ്പോഴും പറയും സാറേ എന്റെ അപ്ലൈ ശരിയല്ല, എന്റെ നാട് ശരിയല്ല. ഇത് ഭയങ്കര രസമുള്ള ഡയലോഗാണ്. സാറേ എന്റെ നാട്ടിൽ ഇത് നടക്കൂല എന്ന് വല്ലത്. അതേ സമയത്ത് അവന്റെ ചെവിന്റെ വള്ളു പിടിച്ചിട്ട് ഞങ്ങളെ മലപ്രകാര ഭാഷയിൽ പറഞ്ഞാല് ആ നാട്ടിലൊന്ന് റൗണ്ട് ചെയ്ത് ആ പഞ്ചായത്തിൽ തന്നെ ചിലപ്പോൾ NTC ഉണ്ടാവും. കേട്ടോ അവനാ പറഞ്ഞത് സാറേ ഇതിന്റെ നാട്ടിൽ നടക്കൂല എന്ന്. നടന്ന ആളങ്ങിയപ്പുറത്ത് പറന്നാൾ അങ്ങിയപ്പുറത്ത് ഉണ്ടേ. അപ്പൊ സീരിയസ്ലി പറയട്ടെ, ഇത്രയും ഈ രോഗം കാണുമ്പോഴും ഈ ത്രെട്ട് കാണുമ്പോഴും നമ്മൾ ചിന്തിക്കാനുള്ളത് നമ്മളെ കൈക്കുള്ള ഉൽപ്പന്നമാണ് അതിലെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ്. ആലോചിച്ച് നോക്ക്, 1.5 ലക്ഷം പേർക്ക് അർബുദം റിപ്പോർട്ടുകൾ കണ്ടു. മലപ്പുറം 5 ലക്ഷം ആളുകൾക്ക് അർബുദം സ്ഥിരീകരിച്ചെന്ന് പറയപ്പെടുന്നു. അല്ലെങ്കിൽ 10 വർഷത്തിനിടെ 50 കോടി ജനങ്ങള് ഹൃദ്രോഗികൾ, പ്രമേയ രോഗികളാകും. ഈ ആളുകൾക്കുള്ള പരിഹാരം നമ്മളെ കൈക്കുള്ള വെൽഹാർട്ടും അതേപോലെ തന്നെ ഡയബാലൈഫും ഒക്കെ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കാൻ, ഇന്ന് അലോപ്പതിക്കൽ ഹിസ്റ്ററിയിലാവട്ടെ മറ്റെന്ത് ആൾട്ടർനേറ്റീവ് ആയിരിക്കുന്ന തെറാപ്പികളിലാവട്ടെ പ്രമേഹത്തെ പൂർണ്ണമാക്കി മാറ്റി ഇതാ രോഗത്തിന് റിപ്പോർട്ട് കണ്ടോന്ന് പറയാൻ ഇന്ന് MI ലൈഫ്സിലെ ഡയബാലൈഫിനേക്കാൾ ഏറ്റവും പ്രാമുഖ്യമുള്ള എന്ത് ഉൽപ്പന്ന ഇന്ന് ലോകത്തുള്ളത്? മറ്റേതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. നമ്മൾ മറ്റുള്ള ചികിത്സയിലൊക്കെ കാണുന്നത് ഈ ഗുളിക കുടിച്ചോ, എന്നിട്ട് നീ നാളെ പോര്, മറ്റന്നാളത്തെ പോര്, എന്നിട്ട് വീണ്ടും അങ്ങനെ മാറ്റി ലാസ്റ്റ് ഒരു ഇഞ്ചക്ഷൻ ആയിരിക്കും, 2 ഇഞ്ചക്ഷൻ ആവും, പിന്നെ 3 ഇഞ്ചക്ഷൻ. അങ്ങനെ ഇഞ്ചക്ഷന്റെ എണ്ണം കൂട്ടുക എന്നല്ലാതെ ഇത് മാറിയത് നമ്മൾ കണ്ടില്ല. ഞാൻ പച്ച മലയാളത്തിൽ പറയാറുണ്ട്, സാധാരണ ശരാശരി ഇന്ന് പ്രമേഹത്തിന്റെ 2 ഗുളിക ലോകത്തുള്ളത്, അത് 2 മീസാങ്കല്ലാണ്. അപ്പുറം കുത്തിയാല പ്രമേഹം മാറി. അതല്ലല്ലോ നമ്മൾ ഇന്ന് ഡയബാലൈഫിലൂടെ പ്രദാനം ചെയ്യുന്നത്. ഒരു വ്യക്തിയെ ഹെൽത്തി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്, പ്രമേഹം വരാതെ കാത്തു സൂക്ഷിക്കുകയാണ്. നമ്മൾക്ക് ഒരിക്കലും മരുന്നല്ല, വീണ്ടും സൂചിപ്പിക്കുന്നു, അത് ഏറ്റവും നല്ല ഫുഡ് സപ്ലിമെന്റ് ആണ്. സോ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇവിടെ മോർ ദാൻ 80% ഇന്ന് 80% ആളുടെ അസുഖവും പ്രോട്ടീന്റെ ഡെഫിഷ്യൻസിയാണ്. നമ്മൾ ആലോചിക്കുന്ന ഈ പ്രോട്ടീൻ പൗഡറിന്റെ സാധ്യത എത്ര വലുതാ. അതും ആയുഷിന്റെ പ്രീമിയം സർട്ടിഫൈഡ് ആയിരിക്കുന്ന ഏറ്റവും പ്രഫുല്ലമായിരിക്കുന്ന പ്രോട്ടീൻ പൗഡർ നമ്മളെ കൈക്കലുള്ളത്. ഇതിന്റെ സാധ്യത എത്രയാ മക്കളെ? ശരിക്കും ആലോചിച്ച് നോക്ക്. 100 കിലോ ഉള്ള വ്യക്തി ശരാശരി ഇന്നത്തെ UNAയുടെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ WHO കണക്ക് പ്രകാരം പറയുന്നത് 100 ഗ്രാം പ്രോട്ടീൻ മസ്റ്റാ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും മര്യാദക്ക് പ്രോട്ടീൻ പൗഡർ വാങ്ങിയാൽ തന്നെ അതിലെ ഏറ്റവും മേലത്തെ ലീഡർക്ക് ഇന്ന് സീരിയം കടിക്കുക. കാര്യം എന്താണെന്നറിയോ? ഏകദേശം അവരെ വീട്ടിലേക്ക് ഓരോരുത്തരെ തൂക്കെടുക്കുക. ഏകദേശം ഒരാൾ 50 കിലോ ഉള്ള വ്യക്തി ഉണ്ടാവും, അയാൾ 50 ഗ്രാം പ്രോട്ടീന്. അതേപോലെ 100 കിലോ ഉള്ള വ്യക്തി 100 ഗ്രാം പ്രോട്ടീന്, 20 കിലോ ഉള്ള വ്യക്തി 20 ഗ്രാം പ്രോട്ടീന്. ഇങ്ങനെ കിലോ പ്ലസ് ഗ്രാം എന്ന ലെവലിലേക്ക് ആ ഒരു വെർഷനില് ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും തന്റെ കുടുംബത്തിലേക്ക് പ്രോട്ടീൻ പൗഡർ വാങ്ങിയാൽ തന്നെ മര്യാദക്ക് സീലിംഗ് ആയി. ഇത്രയും സാധ്യതയുള്ള ഉൽപ്പന്നം കയ്യിലുണ്ട്, പക്ഷെ സാധ്യത മനസ്സിലായില്ല. അതുകൊണ്ടാണ് മിനിസ്ട്രി ഓഫ് ആയുഷ് എന്ത് പറഞ്ഞത്? ഹർ ദിൻ ഹർ ഘർ ആയുർവേദ. എല്ലാ നാട്ടിലും വീട്ടിലും എന്ത് വരട്ടെ? ആയുർവേദം വരട്ടെ. കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, മിനിസ്ട്രി ഓഫ് ആയുഷിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ സീരിയസ്ലി അറിയാൻ പറ്റും, ആ മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ ഏറ്റവും വലിയ സർട്ടിഫിക്കേഷൻ ആണ് ആയുഷിന്റെ പ്രീമിയം. ആ പ്രീമിയം മാർക്കിന് ഏറ്റവും കൂടുതലുള്ള ഒരേ ഒരു കമ്പനി അതാണ് MI ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരിക്കലും ആ സർട്ടിഫിക്കറ്റ് എണ്ണേണ്ടതില്ല. ചില ആൾക്കാരൊക്കെ നമ്മൾ BOPയില് അല്ലെങ്കിൽ GTS പ്രോഗ്രാമിൽ എന്ത് ചെയ്യാറുണ്ട്? അത് എണ്ണാറുണ്ട്. അത് എണ്ണണ്ട, ഞങ്ങൾക്ക് 10-20 സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാവട്ടെ വേൾഡ് തലത്തിലാവട്ടെ ആയുഷിന്റെ പ്രീമിയം മാർക്ക് ഏറ്റവും കൂടുതലുള്ള കമ്പനി ഞങ്ങൾക്ക് എന്ന് പറയാൻ പറ്റും. എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ മീഡിയ ഹൗസ് ആണ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ. നിങ്ങൾ ആലോചിച്ച് എന്നെ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര ആൾക്കാർ വീട്ടിൽ ടൈംസ് ഓഫ് ഇന്ത്യ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് ടൈംസ് വായിക്കുന്നുണ്ട്? ഞാൻ പറയുന്നത് 99% ഉണ്ടാവില്ല. അത് നമ്മുടെ 6 ഡിജിറ്റ് സാലറി വാങ്ങുന്ന വൈറ്റ് കോളർ ജോബുള്ള അഭ്യസ്ത വിദ്യരായിരിക്കുന്ന ഏറ്റവും വലിയ തലച്ചോറ് വർക്ക് ചെയ്യുന്നെന്ന് വിശ്വസിക്കുന്ന ആളുകളെ വീട്ടിൽ വായിക്കുന്ന മീഡിയ, അല്ലെങ്കിൽ അവര് വാച്ച് ചെയ്യുന്ന ലിസൺ ചെയ്യുന്ന മീഡിയ ഹൗസ് ആണ് ഇക്കോണമിക് ടൈംസ് എന്ന് പറയുന്നത്. ഇവർക്കിടയിൽ നടന്ന സെൻസസ് ആണ്, വിവരമില്ലാത്ത ആൾക്കാരിൽ നടന്ന സെൻസസ് അല്ല. ആ സാധനമാണ് അവര് പറയുന്നത് നമുക്ക് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് നമുക്ക് എലമെന്റ്സിന് കിട്ടി, മൈ ലൈഫ് സ്റ്റൈലിന് കിട്ടി. ആലോചിച്ച് നോക്കാണ്, ഇത്രയും ടോപ്പ് സാധനം നമ്മളെ കയ്യിലുണ്ട് എന്ന സത്യത്തെ തിരിച്ചറിയുക എന്നതാണ്. മാത്രമല്ല ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ ഇതിന്റെ പിറകിലുള്ളത് ഇത് ചില്ലറക്കാരല്ല. ഞാൻ ഈ സ്ലൈഡ് വെച്ചുകൊണ്ട് തന്നെ എത്രയോ ആൾക്കാരെ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്നറിയോ? ഡോക്ടർ DB അനന്തനാരായൺ എന്ന് പറയുന്നത് എന്റെ ടീമിൽ തന്നെ എനിക്കറിയാൻ പറ്റും. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥി മക്കളൊക്കെ ഡോക്ടർമാരായി മാറിയവരും അതേപോലെ തന്നെ ഡോക്ടറിന്റെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട്, സീരിയസ്ലി DBSR സെഷൻ കിട്ടാൻ സാറേ ഞങ്ങൾക്ക് കൊല്ലങ്ങളോളം കാത്തുകയെന്ന്. ഈ DBSR നമ്മുടെ കേരളത്തിൽ എറണാകുളത്ത് വന്ന മൈ ലൈഫ് സ്റ്റൈലിലെ ആളുകൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെ 4-5 മണിക്കൂർ നിന്ന് ക്ലാസ് എടുത്തു. ആലോചിച്ച് നോക്കുക. ഇതേ DBSR കാത്ത് ഇന്ത്യയിലെ ഡോക്ടർമാർ കാത്തുകയാണ്. നമ്മളെ മൈ ലൈഫ് സ്റ്റൈലിലെ ആൾക്കാർ സാറേ എനിക്ക് സമയമില്ല സാറേ, ആ സാറേ ഈ സാറേ സാമ്പാർ വെക്കാൻ നിൽക്കുകയാണ്.
സീരിയസ്ലി ആയിഷോക്ക് 40 ചില്ലാനം കൊല്ലം എക്സ്പെർട്ട് ആയിരിക്കുന്ന വ്യക്തിയാ. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നമ്മളെ പത്മശ്രീ പോലെ പത്മഭൂഷൺ പോലെ വലിയ അവാർഡ് കാത്തുക്കുന്ന വ്യക്തികളാ. ഈ സമയത്ത് അവർ മാങ്ങാത്തൊരു പരിപാടിക്ക് നിൽക്കില്ല. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. എണ്ണം പറഞ്ഞ 10-35 സയന്റിസ്റ്റാ നമുക്കുള്ളത്. നമ്മുടെ സത്യലാൽ പാട്ടീലിനെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പീറ്റർ ജോസ്ലിൻ, ഇംഗ്ലണ്ടിലെ ദ കിങ് ഓഫ് ഗാർലിക്, വെളുത്തുള്ളി രാജാവ് എന്ന് ലോകം വിളിക്കുന്നയാള്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് നെറ്റ്വർക്ക് മാർക്കറ്റിന്റെ ബാലപാഠം പഠിപ്പിച്ചോട്ട KK രാജേഷ് എന്ന് പറയുന്ന സയന്റിഫിക് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവരാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ് നമ്മുടെ യൂണിലിവേഴ്സ് ആണ് ലോകത്തിലെ അറിയപ്പെട്ട ബിസിനസ് ട്രൈക്കോൺസ്. അതിലെ ഇന്ത്യയിലേതാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. അതിന്റെ തലപ്പത്തിരുന്ന് കഥ പറഞ്ഞ വ്യക്തിയുടെ ഇൻകം പ്ലാനും സിസ്റ്റങ്ങളും സ്ട്രാറ്റജിയും സെറ്റ് എന്ന് പറഞ്ഞത് നമ്മളെ പലചരക്ക് കടയിലെ മാടക്കടയിലെ ഏതോ ചേട്ടായിയാണ്. ആലോചിച്ച് നോക്കുക. ലോകത്ത് ശരിക്കും നെറ്റ്വർക്ക് എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന തലപ്പത്തുള്ള ആൾക്കാർ പറഞ്ഞ വരി തെറ്റാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളെ എന്താ പറയാ PhD എടുത്ത അധ്യാപകൻ പറഞ്ഞ തെറ്റാണെന്ന് ബാലവടിത്തെ ടീച്ചർ പറയുമ്പോ, അതല്ലെങ്കിൽ നമ്മളെ സ്കൂളിൽ പോകാത്ത നാട്ടിലത്തെ മനുഷ്യൻ പറയുമ്പോ എന്താണോ നിങ്ങളുടെ മനസ്സിലെ വികാരം, അതൊക്കെ തന്നെയാണ് എനിക്കും ഇത്യാദി പദങ്ങൾ കേൾക്കുമ്പോഴുള്ള വികാരങ്ങൾ. ഇങ്ങനെ എണ്ണം പറഞ്ഞ സയന്റിസ്റ്റ് ശരിക്കും ഇവരെ പ്രൊഫൈൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്തിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ സ്ക്രോൾ ചെയ്യാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ ലീഡർമാർ പറഞ്ഞു തന്നതാണ്. പക്ഷേ നമ്മുടെ ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം നമ്മൾ പറയാറുണ്ട്. ഇത് നമ്മളെ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കല്ല. ജീം ബൂം ബാ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സാധനം വെളിച്ചം വന്ന് കാണുകൾ കോടീശ്വരനാകും. അതൊന്നുമില്ല. എടുക്കേണ്ട പണി എടുത്താൽ തന്നെ ലോകത്ത് എല്ലാവട്ടും കോടീശ്വരനാകുള്ളൂ. അതാണ് ഇന്നമാൽ ഉസ്രി ഉസ്ര നോ പെയിൻ നോ ഗെയിൻ. ഒരു റിസ്ക് എടുത്താൽ അതിന് അതിൻ്റെതായിരിക്കുന്ന എഫർട്ട് ലോകത്തുണ്ടാവും. മുബീൻ സാറ് പദം കടമെടുത്തു പറഞ്ഞാൽ, ഞാൻ മുബീൻ സാർ ഉദ്ദേശിക്കാതെ പോവാറില്ല ഏത് ക്ലാസ്സിലും. കാര്യം എന്നെ TC 1000 തൊട്ട് RTC ആകുന്ന ആ സമയം വരെ ഓരോ ദിനവും രാവും പകലും ഈ കഴിഞ്ഞ ആഴ്ച വിളിച്ചു. ഏത് സമയത്തും നമുക്കൊരു മോട്ടിവേഷൻ അവിടുന്ന് ഒരു വിളിയാണ്. ഇന്ന് അമേരിക്കൻ വിളി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ. അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പറയുന്ന ഒരു വാക്കാണ്, ഒരു എനർജി ഭൂമിയിൽ ഇട്ടാൽ അത് വില നൽകാതെ മൂല്യം നൽകാതെ തിരിച്ചു പോകില്ല. അതൊരു പദമാണ്, 100% കറക്റ്റ് പദം. ഇതിനകത്ത് നമ്മൾ എടുക്കേണ്ട റിസ്ക് എടുത്താൽ സക്സസ് ഉറപ്പാ. ഒരിക്കലും വന്നു നീ ആഴ്ച കോടീശ്വരൻ ആവണമെന്നില്ല. അവസരം മനസ്സിലാക്കി വർക്ക് ചെയ്താൽ മാത്രമേ അത് ശരിയാകുന്നുണ്ടാവുള്ളൂ. സോ സീരിയസ്ലി ആലോചിക്കുക, ഈസ് ഇറ്റ് വർത്ത് ഡൂയിങ് ദിസ് ബിസിനസ്? ഈ ബിസിനസ് ചെയ്താൽ എന്തൊക്കെയാ ലാഭങ്ങൾ, എന്തുകൊണ്ട് ഞാനിത് ചെയ്യണം? ഒന്നാമത്തത്, നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം സ്റ്റാർട്ടപ്പിന്റെ ട്രെൻഡ് ആക്കാൻ പറ്റുന്നുണ്ടാകും. മറ്റൊന്നൊരു ഫൈനാൻഷ്യൽ ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റും. മറ്റൊന്നൊരു പെർഫെക്റ്റ് ടീം വർക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ആലോചിക്കുക, ഈ ടീം വർക്കിന്റെ പവർ എന്താണ്? ഈ ടീം വർക്ക് പറയുമ്പോഴാണ് നമ്മൾ ഈ സ്ക്രീനിൽ ഈ സാധനം ആലോചിക്കുക. ഫ്ലിപ്കാർട്ട്, ആമസോൺ, സൊമാറ്റോ, അതേപോലെ തന്നെ ഹോട്ട്സ്റ്റാർ, ബിഗ് ബാസ്കറ്റ്, ഓല, യൂബർ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സാധനങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്ന ഒരു 20 കൊല്ലം മുന്നേ. 100% 20 കൊല്ലം കഴിഞ്ഞപ്പോഴുള്ള സീൻ എന്താണെന്ന് അറിയാം? ഇതേ നമ്മൾ കേൾക്കുന്നുള്ളൂ, വേറെ ഒന്നും കേൾക്കുന്നില്ല. ഈ ലോകം മുഴുവനും ആപ്ലിക്കേഷൻ ത്രൂ ഡ്രൈവ് ചെയ്യുന്ന തലത്തിലേക്കായി. യൂബർ ടാക്സിമാർ ആദ്യമായിട്ട് കേരളത്തിൽ വന്ന സമയത്ത്, അതല്ലെങ്കിൽ എറണാകുളം പോലുള്ള സിറ്റികളിലേക്ക്, മെട്രോ സിറ്റികളിലേക്ക് ഇന്ത്യയിൽ കടന്നു വന്ന സമയത്ത് അവിടെയുള്ള ടാക്സി ഡ്രൈവർമാർ ഫുള്ള് സമരം ചെയ്തു. കാര്യം എന്താണ്? അവർക്കല്ല ഈ ഓട്ടം കിട്ടുന്നത്. അവർ വിചാരിക്കും എനിക്കിപ്പോ ഈ ഓട്ടം കിട്ടും, ഒരു ട്രെയിന് വന്നാൽ ഇത്ര ആള് വരുന്ന. ആ സമയത്താണ് ആ ട്രെയിന് വരുമ്പോൾ 4-5 ടാക്സികൾ ഉണ്ട് വരുന്നത്, യൂബർ ടാക്സി എന്നുണ്ട്. കാര്യം ഈ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന വ്യക്തി ആപ്പ് ത്രൂ അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ലാസ്റ്റ് സമരമുഖത്തേക്ക് എത്തി. ഇവരെല്ലാവരും യൂബറിനെതിരെ സമരം ചെയ്തു. ഇപ്പൊ എന്താ ഉണ്ടായത്? എറണാകുളം ആവട്ടെ, അമേരിക്ക ആവട്ടെ, ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിലും എല്ലാ ടാക്സി ഡ്രൈവർ നേരെ യൂബറിലേക്ക് രജിസ്റ്റർ ചെയ്തു. അതാണ് മനസ്സിലാക്കേണ്ടത് മൈ ഡിയേഴ്സ്. കാലത്തിനനുസൃതമായി വരുന്ന വിപ്ലവത്തെ തൊടാനോ തുള്ളി നോവിക്കാനോ ബ്ലോക്ക് ചെയ്യാനോ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും പറ്റൂല. കാലം വിളിച്ചു പറഞ്ഞ സത്യമാണ്. ഈ ഇൻഡസ്ട്രി ഇപ്പൊ വേണമെന്ന് തീരുമാനിച്ചതാണ്, അല്ലെങ്കിൽ കാലോചിതമായി വന്നതാണെങ്കിൽ ആ ഫ്യൂച്ചർ ട്രെൻഡിനെ ബ്ലോക്ക് ചെയ്യാൻ ഒരു കുട്ടിക്ക് പറ്റിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്ന് മാത്രമല്ല, ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ ടാക്സി ഡിപ്പാർട്ട്മെന്റ് തന്നെ റൺ ചെയ്യുന്ന യൂബറിന് എത്ര ടാക്സി ഉണ്ട്? ഒറ്റ ടാക്സി ഇല്ല, ഒരു അപ്ലിക്കേഷൻ. ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടൽ ശൃംഖല നടത്തുന്ന വ്യക്തിയാ ഓള. എത്ര ഹോട്ടലുണ്ട്? ഒറ്റ ഹോട്ടലിലെ ഒരു അപ്ലിക്കേഷനും. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ വ്യവസായത്തിന് തലപ്പത്ത് നിൽക്കുന്ന ടീമായ നെറ്റ്ഫ്ലിക്സ്. എത്ര നടന്മാർ അവർക്കുണ്ട്? എത്ര തിയേറ്റർ ഉണ്ട്? എത്ര സംവിധായകരുണ്ട്? ഒന്നുമില്ല, ആ ഒരു അപ്ലിക്കേഷന്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. ലോകത്തിലെ മറ്റൊരു ഹോട്ടൽ ഡിപ്പാർട്ട്മെന്റ് ആണ് സ്വിഗ്ഗി. പക്ഷെ അവർക്ക് എത്ര ഇതുണ്ട്, എന്താ പറയാ, ഹോട്ടലുകളുണ്ട്? ഒന്നുമില്ല, ഒരു അപ്ലിക്കേഷന്. ലോകത്തിലെ ഏറ്റവും വലിയ കച്ചവടം നടത്തുന്ന കോടീശ്വരനാണ്, അതായത് നമ്മളൊരു ബിസിനസ്സുകാരൻ ഭയങ്കര കച്ചവടം എന്നൊക്കെ പറയില്ലേ, അത് ഉണ്ടാക്കുന്ന വ്യക്തി ആമസോൺ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ 1 സെക്കൻഡില് എന്താ പറയാ ആമസോണിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം 15,000-ഓളം വരുന്ന US$ ആണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരാശയത്തിൽ പറഞ്ഞാൽ 2,47,000 വരുന്ന സംഖ്യയാണ് ഒരു സെക്കൻഡിൽ ആമസോണിന്റെ നെറ്റ്വർത്ത് അല്ലെങ്കിൽ ടേൺ ഓവർ. നിങ്ങൾ ആലോചിച്ചു, ഒരു സെക്കൻഡിൽ 2,47,000, 2.5 ലക്ഷം ഉറുപ്പികയാണ് 1 സെക്കൻഡിൽ ആമസോൺ എങ്കിൽ. ഒരു ദിവസം എത്ര സെക്കൻഡിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സീരിയസ്ലി ഇവരെന്താ ചെയ്തെന്ന് അറിയോ? നെറ്റ്വർക്കിന്റെ പവറാണ്. സോ ഇവരെന്ത് ചെയ്തു? പല തുള്ളി പെരുവെള്ളം എന്നുള്ള പരിപാടി ചെയ്തു.
അപ്പൊ ലോകം ഇന്ന് ഡ്രൈവ് ചെയ്തു പോകുന്നത് അപ്ലിക്കേഷൻ ത്രൂ ആണ്. ഒറ്റ ചോദ്യം മുന്നത്തെ വ്യക്തിയോട് പ്രോസ്പെറിംഗ് ചോദിക്കാറുള്ളൂ, നിന്റെ കയ്യിൽ ഏത് അപ്ലിക്കേഷൻ ആണ് സുഹൃത്തെ ഉള്ളത്? മൈ ഡിയർ, പ്ലീസ് ഐ ഹംബ്ലി റിക്വസ്റ്റ് ടു എക്സ്പ്ലെയിൻ വാട്ട് ദ അപ്ലിക്കേഷൻ ദാറ്റ് യു ഹാവ് ഇൻ യുവർ ഹാൻഡ് ടു ലൂഡ് ദ പ്രോജക്ട് ഓഫ് ദിസ് ഗ്ലോബൽ എന്താ പറയാ ഐഡിയാസ്. ഈ ലോകത്തിന്റെ പ്രധാന ഐഡിയ ഡീൽ ചെയ്യാൻ പറ്റിയ എന്ത് പ്രൊജക്റ്റാ കുട്ടി നിന്റെ കയ്യിലുള്ളത്? ഏത് ആപ്പാണ് ഉള്ളത്? അവിടെ അഭിമാനത്തോടെ മൈ ലൈഫുകാരൻ പറയും, സുഹൃത്തെ ഇന്ന് ആയുർവേദത്തിന്റെയും വെൽനെസിന്റെയും ഡയറക്ട് സെല്ലിംഗിന്റെയും തലതൊട്ടപ്പനാകാൻ പോകുന്ന MI ലൈഫിന്റെ അപ്ലിക്കേഷനിന്റെ കൈ കണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റണം. സോ സീരിയസ്ലി ബി പാർട്ട് ഓഫ് നെക്സ്റ്റ് റെവല്യൂഷൻ. അടുത്ത റെവല്യൂഷൻ ഏതാണ്? വെൽനെസ് റെവല്യൂഷൻ ആണ്, നോ ഡൗട്ട്. ആലോചിച്ചൊക്കെ ഇത് ആർക്ക് മനസ്സിലായി? നമ്മുടെ ടാറ്റയ്ക്ക് മനസ്സിലായി. ഹെൽത്ത് കെയർ ഇസ് ദ നെക്സ്റ്റ് ബിഗ് തിങ്. വരാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം രത്തൻ ടാറ്റയാണെന്ന് മനസ്സിലാക്കി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നെക്സ്റ്റ് റെവല്യൂഷൻ IT എന്നാണ് ഞാൻ എഴുതിയത്. ആ IT എന്ന വാക്ക് ഇറ്റ് എന്നാണ്, പക്ഷെ അതിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലാക്കിയത്. രണ്ട് തലച്ചോറുള്ളവർക്ക് രണ്ട് സാധനം കാണാൻ പറ്റും. ഒന്നെന്താണ്? നെക്സ്റ്റ് റെവല്യൂഷൻ IT ഈസ് വെൽനെസ്. വരാൻ പോകുന്ന IT ഏതാണെന്ന് ചോദിച്ചാൽ അത് വെൽനെസ് ആണ്. അല്ലെങ്കിൽ നെക്സ്റ്റ് റെവല്യൂഷൻ ഇറ്റ് ഈസ് വെൽനെസ്. ഇത് തിരിച്ചറിഞ്ഞു പോൾസെയ്ൻ പിൽസർ, 2 അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറാണ് മൈ ഡിയേഴ്സ്. എന്ന് മാത്രമല്ല 2013 കാലങ്ങളിൽ ലോകത്തിലെ 15,000-ഓളം വരുന്ന മൾട്ടി മില്ലിയനേഴ്സിനെ ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ ചൈനയിൽ നടന്ന ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ സമ്മിറ്റ് ഉണ്ടായിരുന്നു. അതായത് ലോകത്തിലുള്ള മുഴുവൻ മൾട്ടി മില്ലിയനേഴ്സും ബില്ലിയനേഴ്സും കടന്നു വന്നിട്ട് അവർക്ക് വേണ്ടി ലോകം നെക്സ്റ്റ് റെവല്യൂഷൻ എന്തെന്ന് ക്ലാസ് എടുക്കാൻ പോയ വ്യക്തിയാണ് മിസ്റ്റർ പോൾസെയ്ൻ പിൽസർ. എന്നിട്ട് ഇയാൾക്ക് തീവാടില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പൊ നമ്മൾ എന്തോ ഒരു കഥ എന്ന് പറയോ. സോ നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ് നമ്മളെ കൈക്കുള്ളത്. എന്ന് മാത്രമല്ല നമ്മൾ കേരളത്തിന്റെ കഥ നോക്ക്. കേരളം വെൽനെസിന്റെ ഹബ്ബായി മാറണമെന്ന്, ആയുഷിന്റെ ഉൽപ്പന്നങ്ങളെ കയറ്റുമതി കൂട്ടുമെന്ന് ഗവൺമെന്റ് തലത്തിൽ നോക്കിയ അനന്ത സാധ്യതകൾ. എന്ന് മാത്രമല്ല ആ വെൽനെസ് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഇന്നത്തെ പ്രശ്നം നോക്കാണ്. 69% ഓഫ് ഡെത്ത് എമംഗ് ചിൽഡ്രൻ അണ്ടർ ആൻഡ് ഡ്യൂ ടു മാൽ ന്യൂട്രീഷൻ. യൂണിസെഫിന്റെ റിപ്പോർട്ടാണ്. 69% ഇന്ന് കുട്ടികൾ മരിക്കുന്നത് മാൽ ന്യൂട്രീഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാല് നമ്മളുടെ ന്യൂട്രീഷന്റെ രാഹിത്യമാണ് അത്രേ. അതേപോലെ തന്നെ ഇന്ത്യയിൽ കണ്ട അലാമിംഗ് ആയിരിക്കുന്ന ത്രെട്ടുകൾ എവിടെ നോക്കിയാലും ഇന്ത്യൻസ് 102 റാങ്കിൽ നിൽക്കുന്ന ഇന്ത്യ 117 രാജ്യങ്ങളിൽ വലിയ വലിയ ഹെൽത്ത് ചലഞ്ച് മക്കളിൽ കാണുന്നു എന്ന് കാണപ്പെടുന്നു. എന്ന് മാത്രമല്ല നിങ്ങൾ മറ്റൊരു കണക്കിലേക്ക് നോക്കുക. ഇത് വലിയ നീണ്ട കണക്കാണ്. ഈ കണക്ക് വായിച്ചു പറഞ്ഞാൽ ഒരു പക്ഷേ നേരം വിളിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കണം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. എന്നും മാത്രമല്ല നമ്മളെ കൈക്കുള്ളത് ഡയറ്ററി സപ്ലിമെന്റാ. ഈ ഡയറ്ററി സപ്ലിമെന്റിന്റെ മാർക്കറ്റ് സൈസ് എന്ന് പറഞ്ഞാല് $288.5 ബില്യൺ. കണക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടെ നിങ്ങൾ നോക്കിയാലും ഇത് 2021 $123.1 ബില്യൺ ആണെങ്കിൽ 2030 എത്തി നിൽക്കുന്നത് $288.5 ബില്യൺ ആണ്. ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുതരാം. യൂസുഫ് അലിയുടെ US ബില്യൺ നമ്മുടെ ബില്യൺ പറഞ്ഞാൽ ഒരു പക്ഷെ 10ന്റെ അടുത്തേ എത്തുള്ളൂ. അങ്ങനത്തെ 28 പ്രാവശ്യം യൂസുഫ് അലി ആകാനുള്ള മാർക്കറ്റ് സൈസ് ആണ് ഡയറ്ററി സപ്ലിമെന്റിനുള്ളത്. ഇത് കൈക്കല് വെച്ചിട്ടാണ് സാറേ പ്രൊഡക്റ്റ് പോകുന്നില്ല, ബിസിനസ് നടക്കൂല, എന്നെ കൊണ്ട് പറ്റൂല, അങ്ങനെ പലരും പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തെ നമ്മളൊന്ന് ശരിക്കും പഠിക്കാൻ തയ്യാറാവോ? തിയേറ്റർ അടുത്ത് വായോ. കാര്യം വെച്ചാല് അനന്ത സാധ്യതയാ ഇതിന് ഡയറ്ററി സപ്ലിമെന്റ് കാണുന്നത്. കൈക്കലുള്ളത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു IT സെക്ടറിന്റെ അതേ ടച്ചിങ്ങിന്റെ ലെവലിലേക്ക് വരുന്നത് ആ ഡയറ്ററി സപ്ലിമെന്റിന്റെ കണക്ക് സിനാരിയോ എന്ന് കാണുന്നത്. എന്ന് മാത്രമല്ല നിങ്ങൾ ആലോചിച്ചോക്കെ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൗരങ്ങൾ ആലോചിച്ചോക്ക്, മിനിസ്ട്രി ഓഫ് ആയുഷും WHO ഒരുമിച്ച് ഒപ്പുചാർത്തി കഴിഞ്ഞു. ലോകത്ത് ആയുർവേദവും ട്രഡീഷണലിന്റെയും മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് അതല്ലെങ്കിൽ ആരോഗ്യ സമ്പ്രദായം അത് കൊണ്ടുവരാൻ ഒരു രാജ്യത്തിനെ സാധ്യമാകൂ ആയുർവേദമുള്ള ഇന്ത്യക്ക് എന്ന് മനസ്സിലാക്കി WHO അഭ്യസ്തക്കെതിരായ ആളുകൾ വന്ന് ഒപ്പുചാർത്തി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു പിരിഞ്ഞുപോയവര്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യക്കാണ് ഇനി ലോകത്തിന്റെ നെറുകയിൽ ആരോഗ്യം ഉണ്ടാക്കാൻ ആയുർവേദം കൊണ്ട് സാധ്യമാകൂ എന്ന് മിനിസ്ട്രി ആയുഷിനോട് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയി. ആര്? WHO. അപ്പൊ ലോകത്തിന്റെ നെറുകയിൽ ഇന്ന് ലോകം പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാന സർട്ടിഫിക്കറ്റ് ആണ് ആയുഷിന്റെ പ്രീമിയം. ഇത് കൈക്കപ്പിടിച്ചിട്ടാ പറഞ്ഞത് സാറേ ബിസിനസ് നടക്കുവോ, ബിസിനസ് എന്താകും, എവിടേക്കാകും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് വലിയൊരു സമ്മിറ്റ് ആണത്. ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യക്കാര് രണ്ടാളും നമ്മുടെ WHO ആളും ഇന്ത്യയുടെ മെയിൻ ഒഫീഷ്യൽസും ഒപ്പുചാർത്തിയ കണക്കാണ്. അതൊക്കെ നിങ്ങൾക്ക് വാർത്തയിൽ വന്ന് കാണും. സോ സീരിയസ്ലി ആലോചിച്ച് നോക്ക്, ട്രെൻഡ് ഫോളോ ചെയ്താൽ ഐഡിയസ് നമുക്ക് ബിസിനസ്സിൽ വിൻ ചെയ്യാം. ലോകത്തിൽ ബിസിനസ്സുകാരൻ വിജയിച്ചിട്ടുണ്ടോ? ട്രെൻഡ് ഫോളോ ചെയ്താ. 980 കമ്പ്യൂട്ടർ വന്നു, ഏറ്റെടുക്കാൻ റെഡി ആയില്ല. റെഡി ആയിരിക്കുന്ന മിസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ എന്താ പറയാ സൺഫ്ലവറിന്റെ ആ ചിഹ്നമുള്ള വിപ്രോ ചെയർമാൻ മിസ്റ്റർ അസീം പ്രേംജി. അദ്ദേഹം ഏറ്റെടുത്തു. ഇന്ത്യ കണ്ട ബിൽഗേറ്റ്സ് ആയിട്ട് അസീം പ്രേംജി മാറി. ഇന്റർനെറ്റ് വന്നപ്പോ കുറെ ആൾക്കാർ പറഞ്ഞു ഇതൊന്നും ഇല്ലെങ്കിലും ജീവിക്കാന്ന്. ഏറ്റെടുത്തവൻ ലോകത്ത് പൊന്നുകാരി.
2000 മൊബൈലിന്റെ വിപ്ലവങ്ങൾ കടന്നു വന്നു, ഏറ്റെടുത്തവൻ പൊന്നുവാരി. 2008 ഇ കൊമേഴ്സ് വന്നു, 2015 ഇ ബാങ്കിങ് വന്നു. ഇതൊക്കെ വരുമ്പോ ജനം പറഞ്ഞു മാണോ വേണ്ടണോ ഇങ്ങനെ പറഞ്ഞു നിന്നു. പക്ഷെ ചെയ്തവൻ ഇന്ന് ലോകത്ത് കോടീശ്വരനായില്ലേ. ഇതേപോലെ അടുത്തത് എന്തെന്ന് ഒന്നും കണ്ടെത്തണ്ട, പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഇനി വരാൻ പോകുന്നത്. ഏറ്റവും വലുതെന്ന് പറഞ്ഞാല് നമ്മുടെ ഏറ്റവും വലിയ $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മളുടെ വെൽനെസ് ആണ്. ഞാൻ പറയുന്നു, ഈ ഇൻഡസ്ട്രി ഏറ്റെടുത്ത മുഴുവൻ ആളുകളും ബില്ലേനിയസും ആയി. പക്ഷേ നെക്സ്റ്റ് ഇറ്റ് ഈസ് ടൈം ഓഫ് ട്രില്യണേഴ്സ്. ഇനി വരാൻ പോകുന്നത് ട്രില്യണേഴ്സിന്റെ യുഗമാണ്. നമുക്കറിയാം മില്യനേഴ്സ്, ബില്യനേഴ്സ്, ട്രില്യനേഴ്സ്, ക്വാഡ്രില്യനേഴ്സ് അങ്ങനെ ഒരുപാട് പോയിട്ട് ഗോഗോൾ വരെ വരുന്ന 20 ജില്ലാനും വരുന്ന വെർഷൻ നമുക്കറിയാം. ഇതൊക്കെ കോടീശ്വരന്മാർക്ക് പദവി നൽകുന്ന പേരുകളാണ്. നമ്മളാകെ ബില്യനേഴ്സിനെ ഇപ്പൊ കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ഇനി വരാൻ പോകുന്നത് ട്രില്യനേഴ്സ് ആണ്. ആ ട്രില്യനേഴ്സിന്റെ ഡോളേഴ്സ് ഇൻഡസ്ട്രിയാണ് നമ്മളെ കൈക്കുള്ളത്. നമ്മൾ മനസ്സിലാക്കുക, എവറി റെവല്യൂഷൻ നോട്ട് ബോൺ ബൈ ചാൻസ്. വെറുതെ ബൈ ചാൻസിൽ ഉണ്ടായതല്ല റെവല്യൂഷന്, ബട്ട് ഓഫ് നെസസിറ്റി. കാലം വിളിച്ചു പറഞ്ഞുണ്ടാക്കിയതാ. ഇന്നത്തെ നമുക്കറിയാം അനാരോഗ്യം വർദ്ധിച്ചു വരുമ്പോ, അതല്ലെങ്കിൽ ഹെൽത്ത് ചലഞ്ച് കൂടി വരുമ്പോ കാലം പറയാണ് ഈ ഇൻഡസ്ട്രി കൂടിയേ തീരൂ എന്ന് മാത്രമല്ല, ഡാറ്റ സെല്ലിംഗ് ഇൻഡസ്ട്രി മറ്റൊരു പവർ ഞാൻ പറഞ്ഞാല് നെക്സ്റ്റ് ഗൾഫാണ് ശരിക്കും ഡാറ്റ സെല്ലിംഗ് ഇൻഡസ്ട്രി. നമുക്കറിയാൻ പറ്റും നമ്മളെ നാട് ശരിക്ക് പച്ച പിടിച്ചത് ഗൾഫ് കൊണ്ടാ. എന്തുകൊണ്ടാ കാരണം എന്നറിയോ? ഗൾഫ് മൾട്ടിപ്ലിക്കേഷൻ മണി പവർ ആണ്. മണി പവറിന്റെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ നടന്നത്. അതായത് ഒരു $1 ഈസ് ഈക്വൽ ടു 20 റുപ്യ. ഏകദേശം ഇപ്പൊ 22, 23, 27 റുപ്യ അടുത്തുണ്ടായിരിക്കും. $US നമ്മൾ അറബ് എമിറേറ്റ്സ് ദിനാറിന്റെ കഥയാണ് പറയുന്നത്. സോ ഒരു AED അവിടുത്തെ ഒരു ദിനാർ ദിർഹം എന്ന് പറയുന്നത് 20 റുപ്യ ഇന്ത്യൻ സ്ഥാനത്താണ്. അപ്പൊ അവിടെ നമുക്ക് എന്താ പറയാ, ഒരു 1000 ദിർഹമോ അതല്ലെങ്കിൽ ഒരു പക്ഷേ എന്താ പറയാ 2500 10,000 ദിർഹമോ കിട്ടിയാൽ ഇവിടെ നമുക്കത് ലക്ഷങ്ങളുടെ നമ്മളുടെ ബിൽഡിംഗ് ഉണ്ടാക്കാനും വീടുണ്ടാക്കാനും നമുക്ക് സാധ്യമായി. കോടികളുടെ വീടുണ്ടാക്കാൻ സാധ്യമായി. ഇതായിരുന്നു ഗൾഫിലെ പണം കൊണ്ട് കേരളം മെച്ചപ്പെടാൻ സാധ്യത. ഇനി നേരെ നമ്മൾ അതിനൊന്ന് മാറ്റിക്കുകയാണ്. അവിടെ സംഖ്യയാണ് മൾട്ടിപ്പിൾ ചെയ്തെങ്കിൽ ഇവിടെ ആൾക്കാരാണ്. വർക്കിംഗ് ഹവർ മൾട്ടിപ്ലിക്കേഷനാ. അതായത് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ, ഒരു NTC ലീഡർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു STC ലീഡർ എന്ന് പറഞ്ഞാൽ തന്റെ താഴെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മിനിമം ഒരു 50 ആളോ അല്ലെങ്കിൽ 100 ആളുകളോ ഉള്ള വലിയൊരു എന്താ പറയാ സമുച്ചയത്തിനെയാണ് വേണമെങ്കിൽ ഒരു NTC എന്നോ ഒരു STC എന്നോ ഒരു RTC എന്നോ ഒക്കെ വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു 10 ലീഡർ 2 ഓർഗനും വന്നാൽ ഞാൻ പറയട്ടെ, ഗൾഫിൽ പൊന്ന് വിളയിച്ചതിന്റെ 100 അല്ല 1000 മടങ്ങ് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വർക്കിംഗ് ഹവറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അവിടെ മണി പവറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇവിടെ നമ്മൾ സീരിയസ്ലി വർക്കിംഗ് ഹവറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അസ്യൂമിംഗ് ദ റിസൾട്ട് നമ്മൾ ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ, ഒരു ദിവസം 10 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 × 6 = 60 മണിക്കൂറാണ് പെർ വീക്ക് കിട്ടുക. 60 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ കണക്ക് ലാസ്റ്റ് കിട്ടുന്നത് 2,10,000. നമുക്ക് ആ കണക്കിലേക്ക് പോകുന്നില്ല. നമ്മുടെ ബിസിനസിന്റെ ഒരു നേച്ചറാണ് ഈ പറയുന്നത്. സമയക്കുറവുമില്ല, അതൊക്കെ മാറ്റുകയാണ്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കാം ഐഡിയസ്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കാം, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് 2,10,000 ഒരു ഐഡിയിൽ നമുക്ക് 2,10,000 പെർ വീക്കില്, 10 ലക്ഷം പെർ മന്ത്. മെനി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. അവിടെ നമുക്ക് 3 ID കിട്ടിയാൽ എന്തായിരിക്കും കാര്യം? ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയോ? ഏകദേശം ഒരു മാസം 8 ലക്ഷം വരുമാനം വാങ്ങുക, 10 ലക്ഷം വരുമാനം വാങ്ങുക എന്ന് പറഞ്ഞത് ഇന്നത്തെ ഗസറ്റഡ് ഓഫീസർക്ക് പോലും ഒരു വർഷത്തിൽ കിട്ടാൻ സാധ്യതയുള്ള വരുമാനത്തെയാണ്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ അവരുണ്ടാക്കുന്നത് സാധനമാണ് ഒരു വർഷത്തിൽ 10 ലക്ഷം. അതാണ് ഒരു മൈലൈഫുകാരൻ ഒരു മാസം ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു IIT IIM പാസ്സാകുന്ന വ്യക്തി ഒരു മാസം ഉണ്ടാക്കാൻ സാധ്യതയുള്ള വരുമാനത്തിന്റെ തോതാണ് നമ്മൾ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്നത്. നിങ്ങൾ അയച്ചു, ഇന്നിപ്പോ IIT പോയിട്ട് ജോയിൻ ചെയ്യാൻ നമ്മൾ പ്രായം അനുവദിക്കോ? നമ്മുടെ വിദ്യാഭ്യാസം മതിയായതാണോ? നമുക്ക് അതിന് ചാൻസ് ഉണ്ടോ? ഇനി നമുക്കത് പഠിച്ചാൽ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? IIT-യിലൊക്കെ എന്താണ് ജയിക്കാന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ മലയെടുത്ത് അമ്മാനാട്ടം കളിക്കാന്നാണ്. അത്രയും ഡേഞ്ചറസ് ആയിരിക്കുന്ന സാധനം ചെയ്യേണ്ട ആവശ്യമില്ല. 3 വർഷം മൈ ലൈഫിന്റെ കൂടെ 3 to 5 years 3 വർഷം തൊട്ട് 5 വർഷം നിന്നാൽ നമുക്കത് സാധ്യമാകുന്നതാണ്. ആ സ്ഥലത്താണ് നമുക്ക് 3 ID തരുന്നത്. ഒരു ID അല്ല, അത് 25 ലക്ഷം പെർ മന്ത് ആണ്. ഒരു വർഷം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഏറ്റവും ചുരുങ്ങി എത്ര കോടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം 25 ലക്ഷം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ബ്രെയിൻ എത്ര പവർഫുൾ ആവണം? അതല്ലെങ്കിൽ അത് താങ്ങാനുള്ള കപ്പാസിറ്റിയിൽ നമ്മൾ മാറണം. ഹാവ് എ ബിഗ് പിക്ചർ ഇൻ ദ മൈൻഡ്. ലാസ്റ്റ് സ്ലൈഡുകളാണ്. അതായത് വലിയൊരു ചിത്രം നിങ്ങളെ മനസ്സിൽ വേണം. അതൊരു ഷോർട്ട് ടൈം ബിസിനസ് അല്ല, ഇതൊരു ലോങ് ടൈം ബിസിനസ് ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും വേണ്ടത് വലിയൊരു വിഷൻ നമുക്ക് വേണം. നമുക്ക് നമ്മളിൽ വിശ്വാസം വേണം. നമുക്ക് നമ്മളിൽ വിശ്വാസം ഇല്ലെങ്കിൽ മറ്റൊരാളെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? എങ്ങനെ നമ്മളെ വിശ്വസിക്കല്? ഞാനും ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷം വാങ്ങും, 25 ലക്ഷം വാങ്ങും, എന്റെ മന്ത്ലി ഇൻകം 1 കോടിയാകും. ഈ വിശ്വാസം എനിക്കില്ലെങ്കിൽ എങ്ങനെ ഇത് ടീമിന് പകർന്നു കൊടുക്കാൻ പറ്റുക? ആഴ്ചയിൽ ഞാനും സീലിംഗ് അടിക്കും എന്നത് വിശ്വസിക്കാതെ താഴത്തെ എത്ര ഇൻകം പ്ലാൻ കൊടുത്തിട്ടും കാര്യമില്ല. നമ്മളെ വിശ്വസിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഹാർഡ് വർക്ക് നിങ്ങളെ കൂടെ വേണം, ഡ്രീംസ് വേണം, എല്ലാ സാധനം വേണം. ഡ്രീംസിനെ കുറിച്ച് പറയുന്നത് മാത്രമേ ഞാൻ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുള്ളൂ. കാര്യം
ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ആഴ്ചകളോളം വെച്ച് ഒരു സബ്ജക്ട് എടുക്കുകയും ആ സബ്ജക്റ്റിന്റെ പേര് ഡ്രീം എന്നാണ്. ഡ്രീം സെല്ലർ എന്ന പേരിലാണ് ഞാൻ എപ്പോഴും കൂടുതൽ വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന പോലും വിളിക്കപ്പെട്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. സ്വപ്നത്തിന്റെ കച്ചവടക്കാരൻ. ഡ്രീം ബിഗ്, വലുതായിട്ട് സ്വപ്നം കാണാം. ഐഡിയസ് ഹൗ ബിഗ് ഈസ് യുവർ ഡ്രീം? ചോദ്യം ഒന്നാണ്, ഈ ബിസിനസ് ചെയ്യാൻ മാത്രമുള്ള സ്വപ്നം നിങ്ങൾക്ക് എത്ര പവർഫുൾ ആയിട്ടുണ്ട് എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ബിസിനസ്സിനകത്ത് ചിലപ്പം പറയുന്നതാണ്, സാറേ കിടന്നുറങ്ങാൻ സമയമില്ല, വർക്ക് ചെയ്യാൻ സമയമില്ല, ലിസ്റ്റ് ബിൽഡിങ്ങിന് സമയമില്ല. ഇങ്ങനത്തെ റോൾസ് റോയ്സ് എടുത്ത് ആ പ്രശ്നം തീർന്നില്ലേ? കാല് നീട്ടി കിടന്നിട്ട് വണ്ടിന്റെ അകത്ത് തന്നെ കിടന്നുറങ്ങുക, കമ്പ്യൂട്ടർ തന്നെ വർക്കുകൾ ചെയ്യുക, എല്ലാ പരിപാടിയും സ്ലൈഡ് ഉണ്ടാക്കലും ക്ലാസ് നടത്തലൊക്കെ ഇങ്ങനെ തന്നെ മലന്നെടുത്തിട്ടാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് പാവങ്ങളെ വണ്ടി എന്ന് വിശ്വസിക്കും, അല്ലെങ്കിൽ മില്ലേനിയേഴ്സിന്റെ വണ്ടിയാണ്, മില്ലേനിയേഴ്സിന്റെ എന്ന് മാത്രമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതുപോലത്തെ ഒരു വീട് ആലോചിച്ച് നോക്കുക. നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം റോൾസ് റോയ്സ് ആയാൽ കമ്പനി തരൂല എന്ന് പറഞ്ഞിട്ടില്ല. ഇതുപോലത്തെ വീട്ടിൽ കിടന്നാൽ ഉറപ്പ് കിട്ടില്ല എന്ന് ആരും പറഞ്ഞില്ല. മലപ്പുറത്തുള്ള 3 വീടാണ്, അത് 3 അല്ല 5 ആയിട്ടുണ്ട്. ഏട്ടനഞ്ചന്മാരെല്ലാരും അവിടെ തന്നെ കൂടിയിട്ടുണ്ട്. എനിക്കറിയാൻ പറ്റും മങ്കട ഭാഗത്തുള്ളതാണ്. സീരിയസ്ലി ഇങ്ങനത്തെ ഒരു വീട്ടിൽ എന്തുകൊണ്ട് നമുക്ക് താമസിക്കുക? അത് നമുക്കത് ചിന്ത വേണം. എനിക്ക് എന്റെ വീട് ഇങ്ങനെ ആക്കി മാറ്റണം, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലുതാക്കി മാറ്റണം എന്നുള്ള ഒരു ചിന്ത ആദ്യം വരേണ്ട ചിന്തയാണ്. വാട്ട് ഈസ് ഇൻ ബ്രെയിൻ, അതാണ് ഭൂമിയിൽ വരിക. ആദ്യം ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ അത് തലച്ചോറിൽ വരണമെന്നാണ്. ഭൂമിയിൽ വന്ന എല്ലാ വസ്തുവും ആദ്യം വന്ന തലച്ചോറിലാണ്. തലച്ചോറിൽ വന്ന വസ്തുവേ ഭൂമിയിൽ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആദ്യം ഇത് എവിടെ വരട്ടെ? നമ്മുടെ ബ്രെയിനിലും നമ്മുടെ ഡ്രീമിലും വരട്ടെ എന്നത് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ഇതൊക്കെയാണ് സ്വർണം. നമുക്ക് ആലോചിച്ച് നോക്കാൻ പറ്റും, സ്വർണം പൂശി നമ്മൾ കടന്നു വന്നു, പക്ഷേ നമ്മൾ ഭർത്താവ് ലാസ്റ്റ് എന്ത് ചെയ്തു? ഓരോന്ന് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന് ഉപയോഗിച്ച് എല്ലാം വിറ്റ് തൊലഞ്ഞു, ഇന്നെല്ലാം തീരുമാനമായി. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ അലമാരയിൽ ഏറ്റവും കൂടുതൽ സ്വർണവും ഡയമണ്ടും എല്ലാ സാധനവും ഉണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്? എന്ന് മാത്രമല്ല, ഇതുപോലുള്ള കാറ് വിരുന്ന് പോകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാറ് പോയാൽ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടില്ല. ഇങ്ങനത്തെ കാറിലൊക്കെ ജസ്റ്റ് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഓരോ ആർട്ടിസ്റ്റ് ലീഡർമാരും ഇതിന്റെ ഉള്ളിലൊന്ന് ഇരുന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത്. ഒരു പയ്യൻ ഇരിക്കാണ്ടില്ല, നല്ല കാല് നീട്ടിയിട്ട് ഇതേപോലെയുള്ള ഒരു മാക്ബസ് ബെൻസ്, മുബീൻ സാർ വാങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരു ബെൻസ് ആണ്. അല്ലെങ്കിൽ നമ്മളെ മക്കളെയും കൊണ്ട് ഇങ്ങനത്തെ ഒരു ക്രൂസ് ഷിപ്പിലെ ടൂർ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഫാമിലി ടൂർ, ക്രൂസ് ഷിപ്പ്. നമ്മൾ ഒരുപാട് ടൂർ നിങ്ങൾ നമ്മുടെ കോഴിക്കോട് ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ പോയി. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഒരു കരീബിയൻ സീലോ ഇതുപോലെയുള്ള തന്നെ നമ്മൾ ഐക്കൺ ഓഫ് സീ അല്ലെങ്കിൽ ക്യൂൻ ഓഫ് വിക്ടോറിയ ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കപ്പലുകൾ, ഇങ്ങനെയുള്ള വലിയൊരു കപ്പൽ നമുക്കൊരു ടൂർ എന്തുകൊണ്ട് പോയിക്കൂടാ? ഇന്ന് ആലോചിച്ച് നോക്കുക. ലൈഫ് ഒരു കിങ് സൈസിൽ രാജാവായിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. ഇന്ന് കളർ നോക്കി വിമാനത്തെയും യോട്ടിനെയും അതേപോലെ കാറിനെയും സെറ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ നമ്മളൊരു വാഹനം മറ്റും ചിന്തിക്കാതിരിക്കുന്ന എത്ര മോശമാണ്. ഇതൊരു മനുഷ്യൻ കണ്ട സ്വപ്നമാണ്. നിങ്ങൾക്കറിയാം, യൂസുഫ് അലി എന്ന് പറയുന്ന വ്യക്തി. ആലോചിച്ച് നോക്കുക, ഇന്ന് രാജപ്രൗഢിയിൽ ലോകം വിലസുകയാണ്. ആ വ്യക്തി അന്ന് ഇട്ടെറിഞ്ഞു പോന്നിരുന്നെങ്കിൽ യൂസുഫ് അലി ഉണ്ടാവുമായിരുന്നോ? പക്ഷേ വിന്നേഴ്സ് നെവർ കിറ്റ്, കിറ്റേഴ്സ് നെവർ വിൻ. ഗൾഫിന്റെ വലിയ പ്രതിസന്ധി നിന്നപ്പോഴും അത് ഇട്ടെറിയാൻ യൂസുഫ് അലി തയ്യാറായില്ല. ഉപദേശിക്കാൻ കുടുംബക്കാരൊക്കെ വന്നിരുന്ന യൂസുഫ് അലിയെ മതിയായിക്കാളും നമ്മൾ തിരിച്ചു പോകാന്ന്. പക്ഷേ അദ്ദേഹം പിടിച്ചു നിന്നു എന്നതാണ്. ഇതേപോലെ നിങ്ങളൊക്കെ നിങ്ങളെ നാടിന്റെ യൂസുഫ് അലി ആയിട്ട് മാറുന്നുണ്ടാകും. നിങ്ങൾ പിടിച്ചു നിൽക്കാൻ തയ്യാറാവുക എന്നത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കി, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ദുബായ് 980 ഷെയ്ഖ് സായിദ് റോഡാണ് ഈ കാണുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഷെയ്ഖ് സായിദ് റോഡിൽ ആകെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ മരുപ്പച്ചയിൽ നിൽക്കുമ്പോഴാണ് യൂസുഫ് അലിമാർ അന്ന് അവിടെ വണ്ടി ഇറങ്ങിയത്, അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാര്. അന്ന് അവർ ആ മരുപ്പച്ചയല്ല അവിടെ കണ്ടത്, സാധ്യതയാ കണ്ടത്. ആ സാധ്യത നിങ്ങൾ ആലോചിച്ച് നോക്കുക. കുറഞ്ഞ നാളുകൾക്ക് അപ്പുറത്തേക്ക് ഈ സീനായി മാറിയത്. ഈ 10-20 കൊല്ലം കൊണ്ടുള്ള ഈ മാറ്റത്തിലാണ് ഗൾഫിന്റെ സമ്പന്നമായ കാര്യം കണ്ടത്. പക്ഷെ ജയിച്ചവൻ ആരാന്നറിയോ? ആ മരുപ്പച്ചയിൽ ഇറങ്ങിയവനാണ്. അങ്ങനെയുള്ളവനാ ഈ കൊട്ടാരമുള്ള ആൾക്കാര്. ഈ കാണുന്ന ഷെയ്ഖ് സായിദ് റോഡിലെ കൊട്ടാരത്തിന്റെ ഫ്ലാറ്റുള്ള ആളുകൾ അവിടെ വണ്ടി ഇറങ്ങിയനാ. ഇതേപോലെയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് ഈ കാണുന്ന മരുപ്പച്ചയാണ്. സീരിയസ്ലി ഇതിനകത്ത് ചെറിയൊരു കൊതുമ്പായിട്ട് ഷാഹിർ സാറുണ്ട്, ഉമ്മർ സാറുണ്ട്, അബ്ദുറഹ്മാൻ സാറുണ്ട്. ചെറിയ ബിൽഡിംഗിൽ ചെറിയ മുബീൻ സാറുണ്ട്, വലിയ ബിൽഡിംഗ് മുബീൻ സാറുണ്ട്, ചെറിയൊരു ബിൽഡിംഗ് അവിടെ ബെല്ലി സാറുണ്ട്. ഇവരുടെ ഒക്കെ കൊട്ടാരം നാളെ വരാൻ കിടക്കുകയാണ്. എപ്പോഴും നിങ്ങൾ ഈ ചെറിയ കൊട്ടാരങ്ങൾ വരുമ്പോ നമ്മൾ ഓരോരുത്തരും നാളെ ഇങ്ങനെയായി മാറുന്നുണ്ടാകും. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇത് സീരിയസ്ലി ഞാൻ മനസ്സിലാക്കി തരുന്നത് വരാൻ പോകുന്ന ഗൾഫ് ഇതാണ്. അതാണ് ഞാൻ ഡോളറിന്റെ ദിനാറിന്റെ കണക്കും മനുഷ്യന്റെ വർക്കിംഗ് അവറിന്റെ കണക്കും പറഞ്ഞത്. ആ ഒരു കമ്പനി നെയിം, നമ്മളെ കമ്പനിന്റെ നെയിമും കൂടി പറഞ്ഞാൽ അവസാനിച്ചു. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന കമ്പനിയുടെ പേരെന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ, ലൈഫിന് സ്റ്റൈൽ ഉണ്ടെങ്കിലേ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈഫിന് സ്റ്റൈൽ വേണമെന്ന് ചിന്തിക്കാത്തവൻ എങ്ങനെ ഈ ബിസിനസ് ചെയ്യാൻ പറ്റുക? ലൈഫിന്റെ സ്റ്റൈൽ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. ലിവ് ദ ലൈഫ് ദ കിങ് സൈസ്. രാജാവായിട്ട് ജീവിക്കുക. കഷ്ടപ്പെട്ട് ജീവിക്കാൻ ആർക്കാൻ പറ്റാത്തത്? തോൽക്കാൻ ജീവിതത്തിൽ എല്ലാവർക്കും പറ്റില്ലേ? ജയിക്കാനല്ലേ പാട്. മാർക്കറ്റിംഗ് പ്രധാനമാണ്. നമ്മൾ ഇന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ എന്നെ മാർക്കറ്റ് ചെയ്യണം, എന്റെ ലീഡറെ മാർക്കറ്റ് ചെയ്യണം, എന്റെ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യണം, എന്റെ ലീഡർ അടിപൊളിയെന്ന് പറയണം. മറ്റേ നമുക്ക് ഈഗോ വർക്ക്ഔട്ട് ചെയ്യണം. നമ്മൾ നമ്മളെ ലീഡറെയും നമ്മളെ പ്രസ്ഥാനത്തെയും നമ്മുടെ സ്വപ്നത്തെയും മാർക്കറ്റ് ചെയ്യും. അതാണ് നമ്മളെ കമ്പനിന്റെ പേര്, മാർക്കറ്റിംഗ്. അല്ലാതെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക, കമ്പനി തരാള് തന്നു കഴിഞ്ഞു, ഈ ബാക്കി നമ്മളെ പണിയാ. എഡിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇന്റലക്ച്വൽ മാർക്കറ്റിംഗ് നമ്മൾ നടത്തേണ്ടതുണ്ട്. അതേപോലെ ഇത് പ്രൊജക്ട് ഗ്ലോബൽ പ്രൊജക്റ്റാ. എന്താ ഗ്ലോബൽ പ്രൊജക്ട് എന്ന് പറയാൻ കാര്യം? നമ്മൾ പഞ്ചായത്തിന്റെ 8-വട്ടം മൂലയിലെ നമ്മൾ പറയില്ലേ, പശുവിനെ കെട്ടിട്ടമാരി ആ കയറിന്റെ വട്ടത്ത് കിടന്ന് കറങ്ങി കളിക്കുകയാണ്. ഇത് നമ്മൾ പഞ്ചായത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരുന്നു. മൈ ലൈഫ് സ്റ്റൈൽ പഞ്ചായത്ത് പ്രൈവറ്റ് ലിമിറ്റഡ്, പഞ്ചായത്ത് വാർഡ് തല പ്രൈവറ്റ് ലിമിറ്റഡ്, അതേപോലെ തന്നെ കുന്നുംപുറം പ്രൈവറ്റ് ലിമിറ്റഡ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ഉള്ളത്. ഇത് ഗ്ലോബൽ പ്രൊജക്റ്റാ. ലോകത്തോളം പറക്കണം. നമ്മൾ നാട് വിട്ടിറങ്ങ്, വീട് വിട്ടിറങ്ങ്, പറന്ന് നടക്കേണ്ട
പറയട്ടെ, അങ്ങനെ ഒരു ഗ്ലോബൽ ഐക്കൺ ആവാൻ പറ്റിയ ഒരു ചാൻസ് ആണ്. യു ആർ ദ CEO ഓഫ് യുവർ ബിസിനസ്. നിന്റെ ബിസിനസിന്റെ CEO നിങ്ങളാണ്. അത് ശരിക്കും തിരിച്ചറിയാം. മൈ ലൈഫ് സ്റ്റൈലിന്റെ CEO ആരാന്ന് വെച്ചാൽ സലീൽ മാത്യു സാർ, മറ്റൊരു മറിച്ചൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്, നിങ്ങളുടെ കമ്പനിയുടെ, അതായത് ഇപ്പൊ ഞാൻ ഇതിൽ കാണുന്നത് അബ്ദുറഹ്മാൻ എന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പേര് അബ്ദുറഹ്മാൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഞാൻ കാണുന്നത് അനസ് എന്ന വ്യക്തിയാണെങ്കിൽ അനസ് പ്രൈവറ്റ് ലിമിറ്റഡ്. അങ്ങനെ നിങ്ങളുടെ കമ്പനിയുടെ പേര് എഴുതി വിടും. ഓരോരുത്തരും അവനാന്റെ കമ്പനി ഏതാന്ന് പറയും. മൈ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കമ്പനിയുടെ പേര് എന്താവരുത്? മൈ ലൈഫ് സ്റ്റൈൽ എന്നാവരുത്. കാരണം അതിന്റെ CEO ആരാണ്? മറ്റുള്ള ആൾക്കാരാണ്. അവർക്ക് അതിന്റെ പ്ലാൻ ഉണ്ട്. നിങ്ങൾ ചെയ്യുന്ന കമ്പനിയുടെ പേര് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സജന പ്രൈവറ്റ് ലിമിറ്റഡ്. നിങ്ങൾ എഴുതുന്ന കമ്പനിയുടെ പേര് അതായിരിക്കും. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ചിന്തിക്കുക, ആ പേരൊന്ന് എഴുതി വിടാം. ഓക്കെ, സോ സീരിയസ്ലി പറയട്ടെ, നിങ്ങൾക്ക് ഈ 2 സാധനം ഉണ്ടെങ്കിൽ എന്റെ ബിസിനസ് ക്ലാസ് കഴിഞ്ഞു. ഈ സാധനം കഴിക്കില്ലേ, ബിസിനസ് കഴിക്കുന്നു പോകും. ഒന്നാമത്തെ ഒന്നാണ് മെന്ററിങ് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? ആരാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് നയിക്കുന്നത്? ബാപ്പു പ്രൈവറ്റ് ലിമിറ്റഡ്. ഇങ്ങനെ ഒരു ബോധം നിങ്ങൾക്ക് വന്നാൽ മൊയ്തീൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇങ്ങനത്തെ ഒരു ബോധം നിങ്ങൾക്ക് വരെ എല്ലാവരും അവനാന്റെ കമ്പനിയുടെ പേര് എന്താണ് മാറ്റാം. ഓക്കെ, സുബൈദ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിക്കോട്ടെ. സോ സീരിയസ്ലി മെന്ററിംഗ് എന്ന് പറഞ്ഞ ഒരു സാധനം, അതായത് നമുക്കറിയാൻ പറ്റും ബൈഅത്ത് ചെയ്യാന്ന് പറയും. നമ്മൾ പറയും സാധാരണഗതി പറയാറുണ്ട് എന്റെ ഉസ്താദ് ഇയാളാണ്, അല്ലെങ്കിൽ ഇന്നാലിന്നയാള് എന്റെ മെയിൻ ആളാണ്. അങ്ങനെ ഒരു മെന്ററിംഗ് നിങ്ങൾക്കുണ്ടോ? നമുക്ക് 10-20 മെന്ററാണ്. നമ്മളെ പുറമേ ഉള്ള ആള് മെന്റർ, അല്ലെങ്കിൽ നമ്മുടെ ടീമിലെ പുറത്തു പോയ ആൾക്കാരെ മെന്റർ. അത് പറ്റില്ല. ഒരാളെ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങളുടെ അപ്ലയൻസിൽ നിന്ന് ബിസിനസിനെ നെഞ്ചേറ്റി സിസ്റ്റം പ്രകാരം പോകുന്ന, ഇതിനെ നെഞ്ചേറ്റിയ ഒരു മനുഷ്യനെ മെന്ററായിട്ട് മുമ്പിൽ വെക്ക്. അയാളെ മുമ്പിൽ പോയിട്ട് മനസ്സ് തുറന്നിട്ട്, സാറേ എനിക്ക് സീരിയസ് ആയിട്ട് സക്സസ് ആവണം, ഞാൻ എന്തു മാറണം. നിങ്ങൾ വിദ്യാഭ്യാസം മറക്കുക. ഒരു പക്ഷെ നിങ്ങളെ മെന്റർക്ക് നിങ്ങൾ അത്ര വിദ്യാഭ്യാസം കാണില്ല, പക്ഷേ യൂസഫ് പ്രൈവറ്റ് ലിമിറ്റഡ് ഓരോരുത്തരും എഴുതി. ഓക്കെ, താങ്ക് യു. സോ സീരിയസ്ലി ആ ലീഡറോട് പറയും നിങ്ങളെ മനസ്സ് തുറന്നിട്ട്. എന്നിട്ട് മെന്ററിംഗിന്റെ ഓപ്ഷൻ, ഇത് വലിയൊരു സബ്ജക്റ്റ് ആണ്. മെന്ററിംഗ് ഒക്കെ നമുക്ക് ഭാവിയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ലീഡർമാർ എടുത്തു തരുന്നുണ്ടാകും. മെന്ററിംഗ് തന്നെ വലിയൊരു സബ്ജക്റ്റ് ആണ്. ഒരു മെന്റർ വേണം. അങ്ങനെ മെന്ററും ഡ്രീമും കൈക്കലുണ്ടെങ്കിൽ ഈ 2 സാധനമാണ് വേണ്ടത്. ഡ്രീം വേണം, മെന്റർ വേണം. ഇത് രണ്ടും കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ വിജയമാണ് നമ്മൾ അനൂപ് അനീഷിൽ കാണുന്നത്. പത്രകോളങ്ങൾ കടക്കണിയുടെ കഥ പറഞ്ഞപ്പോ അതേപോലുള്ള അനീഷിനെ നമ്മൾ കാണുന്നത് പിന്നീട് കോടിപതികളായിട്ടാണ്. അടുത്ത കാലിക്കറ്റ് BOPയിൽ അനീസ് സാർ വരുന്നുണ്ട്. നിങ്ങളുടെ ബെല്ലി സാറുടെ ഒക്കെ അപ്ലൈൻ ആയിട്ട് നിൽക്കുന്ന ഗ്രേറ്റ് ലീഡറാണ്. ഇന്ന് ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആണ്. വലിയ വലിയ സക്സസ് ആണ് നമ്മൾ ഇന്ന് പത്രകോളയിൽ കണ്ടത്. ഇതുപോലെ കാറുകളും വീടുകളും ലൈഫ് സ്റ്റൈൽ എക്സ്ചേഞ്ച് ചെയ്ത ആൾക്കാർ. ഞാൻ എപ്പോഴും അഭിമാനത്തോടെ നമ്മുടെ ചങ്കിടിപ്പ് പോലെ പറയുന്ന വ്യക്തിയാണ് മിസ്റ്റർ മുബീൻ ജി. ആ മുബീൻ സാറുടെ വീട് ആലോചിച്ചൊക്കെ ഇന്ന് എവിടെ താമസിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു, കോടികളുടെ അസറ്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ട് 5-8 മാസമായിട്ട് അയാൾ അമേരിക്കയിൽ കിടന്നുറങ്ങുക. അങ്ങനെ ആലോചിച്ച് നോക്കുക. അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ടോ ജീവിതത്തിൽ? ഇതൊക്കെ സത്യം പറഞ്ഞാൽ ബിസിനസിന്റെ അപ്പുറത്തേക്ക് ഭ്രാന്ത് എന്നൊക്കെ പറയില്ല, അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് സക്സസിന്റെ ഉന്മാദം, അല്ലാതെ നമ്മുടെ ബുദ്ധിശൂന്യതയല്ല പറയണത്. അവിടെ അടുത്ത ബിസിനസിന്റെ ഉണ്ടാക്കാനുള്ള മൈ ലൈഫ് സ്റ്റൈൽ അമേരിക്കയിൽ വന്നാൽ എന്തെന്നുള്ള അപ്പം മൂവരുടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുന്നത്. സീരിയസ്ലി നമ്മളൊക്കെ ഈ ബിസിനസ്സിനകത്ത് എന്താ ചെയ്തത്? മുബീൻ സാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും 4000 ആൾക്കാരെ ലിസ്റ്റ് മൂപ്പരെ കഴിക്കുന്നുണ്ട്. നമ്മൾ STC ആയപ്പോൾ തന്നെ DTC ആയപ്പോൾ തന്നെ നമ്മുടെ ലിസ്റ്റും കഴിഞ്ഞു, ബിസിനസ്സും കഴിഞ്ഞു. ഇനി നമ്മൾ ഡൗൺലൈനെ നന്നാക്കാൻ നടക്കുകയാണ്. ഇതൊക്കെ ഒഴിവാക്കി നമ്മളെ നന്നാക്കുക എന്നതാണ് ഇമ്പോർട്ടന്റ്. അതേ മുബീൻ സാർ നിങ്ങൾ ആലോചിച്ച് നോക്കുക, തക്കാളി വാങ്ങണം മരിക്കുക, വലിയൊരു ഭാരത് ബെൻസിന്റെ വലിയൊരു കാരവാൻ വാങ്ങിയത്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. ഇത് നമ്മളൊരു എന്താ പറയുക, ചെറിയ തിയാഗോ കാർ ഇറക്കാൻ പോകുമ്പോൾ, അതിലൊരു സ്വിഫ്റ്റ് കാർ ഇറക്കുമ്പോൾ എത്രായിരം ആൾക്കാർ ലീഡർമാരെ കൈയിട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പോയ വണ്ടി 2 കോടിയുടേതാണ്, വാങ്ങണ വണ്ടിയോ അതേമാതിരിക്ക് അതിനേക്കാൾ കോടിയുടേതാണ്. അത്രയും CR-ന്റെ വണ്ടിയും മൂപ്പരും വൈഫും പോകുമ്പോൾ നമ്മൾ പറയില്ലേ, ആദ്യം തക്കാളി ഒന്നും വാങ്ങട്ടെ എന്ന് പറഞ്ഞ പോലെ ജസ്റ്റ് ആ ചാവി വാങ്ങി മൂപ്പര് ഇറങ്ങി പോകുന്നു. ഇതിനെ സക്സസ് എന്നല്ലാതെ എന്ത് വിളിക്കുമെന്ന് ചിന്തിക്കുക. പക്ഷെ ലെജൻഡ്സ് ഓഫ് ഇന്ത്യ ഡയറക്ട് സെല്ലിംഗ് റെക്കോർഡ് എന്ന് മുബീൻ സാർക്ക് ഉണ്ടെങ്കിൽ, ഒരു മുബീൻ വന്നാൽ ഇനിയും മുബീൻമാര് വരാനുണ്ട് നിങ്ങൾ ചിന്തിക്കുക. ആ മുബീന് നിങ്ങൾ ആവണം. ഇതേ മുബീൻ സാർ ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ തന്റെ ടാക്സ് അടച്ചിരിക്കുന്നത് 2 കോടി സംതിങ് വരുന്നതിന്റെ ടാക്സ് അടച്ചെന്ന് യൂട്യൂബ് ലൈവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പറയാൻ എത്ര ലീഡർമാർ ഇന്ത്യയിൽ മറ്റ് കമ്പനികൾക്കുണ്ട്? നമ്മുടെ മുഴുവൻ ലീഡർമാരും അവിടെ ഫൈനാൻസും ടാക്സും എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് സോളിഡ് പ്രൂഫ് കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഇതേ മുബീൻ സാർ ഇന്ന് കവർ ചെയ്ത ടേൺ ഓവർ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു സ്ഥലത്ത് നിൽക്കുന്നത് ഏറ്റവും ചുരുങ്ങി നിങ്ങൾ നോക്കുന്നത് 1000 സംതിങ് കോടി ഒരു സൈഡ്, നമ്മുടെ 800 സംതിങ് കോടിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ കണക്ക് വരുന്ന സമയത്തിൽ ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ. സംഖ്യാതലത്തിൽ പറഞ്ഞാല് 2500 കോടിയുടെ അടുത്ത് വരും, അല്ലെങ്കിൽ 2000 കോടി അടുത്ത് വരും. ഈ 2000 കോടിയോളം വരുന്ന തലത്തിലേക്കുള്ള ബിസിനസ് ആയി ഇന്ന് മുബീൻ സാർ കവർ ചെയ്തത്. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. മുബീൻ സാർ കവർ ചെയ്ത ബിസിനസ് 2000 കോടിയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ കമ്പനികൾക്ക് പോലും അത് ഉണ്ടായിരിക്കില്ല. ഒരു ഡയമണ്ടിന്റെ ബിസിനസ് വോള്യം അല്ലെങ്കിൽ ബിസിനസ് ടേൺ ഓവർ ആണ് 2000 കോടി. മുബീൻ സാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ലീഡറുടെ 2000 കോടിയുടെ ഷോപ്പാണ് മുബീൻ സാർ. ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കുകയാണ്, ഇങ്ങനത്തെ 2 മുബീൻ ഓർഗ് 1-ലും വന്നാൽ നിങ്ങൾ ശരിക്കും ഒരു യൂസഫ് അലി അല്ലേ? ആവണല്ലോ. അത് ചിന്തിച്ചാൽ മാത്രം മതി. ഒരു കാലത്ത് ഡ്രീംസ് ഡേയും പ്രോഗ്രാമും നമ്മൾ കണ്ടു, തകർപ്പൻ പ്രോഗ്രാം മുംബൈയിൽ കണ്ടു, പൻവേലിൽ കണ്ടു, ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ഈ പ്രോഗ്രാം. നിങ്ങൾ അയച്ചു 2 ഓർഗനൈസേഷന്മാരിൽ ഒരു വരെ നടുവ് കണ്ടില്ലേ? ഒരു ലീഡറുടെ ഓർഗ് 1 അതും ഓർഗ് 2 ഇതും ഒരു പല്ലേച്ചാൽ തന്നെ ഉറപ്പല്ലേ നമ്മൾ കോടീശ്വരനായിരുന്നു. ഇങ്ങനത്തെ ഒരു സീന് നാളെ കാലിക്കറ്റ് കടന്നു വരുന്നുണ്ടാകും.
അത് വരുന്ന സമയത്ത് ഉറപ്പാണ് കാലിക്കറ്റായാലും മലപ്പുറത്തായാലും കാസർഗോഡായാലും കണ്ണൂരായാലും ഇതുപോലുള്ള പ്രോഗ്രാം വരുന്ന സമയത്ത് ഐ ഗ്യാരണ്ടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും മന്ത്ലി ഇൻകം ഏറ്റവും ചുരുങ്ങിയത് 10 ലക്ഷത്തിലായിരിക്കും. ഐ ഗ്യാരണ്ടി സഞ്ചരിക്കുന്നത് ഓരോരുത്തരും 50 ലക്ഷത്തിന് മുകളിലുള്ള വാഹനത്തിലായിരിക്കും. ടോട്ടലി കണ്ടിന്യൂസ് സീലിംഗ് അച്ചീവേഴ്സ് ആയിരിക്കും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും. ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നാളെ നിങ്ങൾ സ്റ്റേജിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഒരുമിച്ച് നമ്മൾ പറഞ്ഞോളൂ. മനസ്സ് വിശ്വസിച്ച് പറയാ. ഈ ഡയലോഗ് നമുക്ക് എന്നും പറയാനുള്ളതാണ്. ഐ ആം ദി ബെസ്റ്റ്, ഐ ഡിസേർവ് ദി ബെസ്റ്റ്, ഐ ആം ദി ബെസ്റ്റ്. ഞാൻ ഉഷാറാണ്, ഒരു കുഴപ്പം എനിക്കില്ല, ഒരു കഷ്ടപ്പാടുമില്ല. ഇന്ന് അൽഹംദുലില്ലാ റാഹത്താണ്. അതാണ് ഐ ആം ദി ബെസ്റ്റ്, ഐ ഡിസേർവ് ദി ബെസ്റ്റ്. ഏറ്റവും നന്മയുള്ളത് എനിക്ക് കിട്ടേണ്ടതുണ്ട്. ഐ ഹാവ് ദ ബെസ്റ്റ്. ഇന്ന് എനിക്ക് എന്തുണ്ടോ അത് ഏറ്റവും അടിപൊളിയുള്ള സാധനം ദൈവം തന്നത്. ഐ ആം ഇഗ്നൈറ്റഡ്. എന്റെ മനസ്സൊക്കെ ഇഗ്നൈറ്റഡ് ആയി കത്തി ജ്വലിച്ച് നിൽക്കണം സാറേ. എനിക്ക് പ്ലാൻ കൊടുത്താൽ മതി. ടുഡേ ഇസ് ദ ബെസ്റ്റ് ഡേ. ഇന്നിന്റെ ബെസ്റ്റ് ഡേ ഇതാണ്. ഇന്ന് ഞാൻ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യും. ഈ വരികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വൺസ് അഗൈൻ വി സേ ആൻഡ് കൺക്ലൂഡ് ദ സെഷൻ. ഐ ആം ദി ബെസ്റ്റ്, ഐ ഡിസേർവ് ദി ബെസ്റ്റ്, ഐ ഹാവ് ദി ബെസ്റ്റ്, ഐ ആം ഇഗ്നൈറ്റഡ്, ടുഡേ ഈസ് ദ ബെസ്റ്റ് ഡേ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് വിജയത്തിന്റെ പ്രതീക്ഷകൾ തീർക്കാൻ നിങ്ങൾക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ കേട്ട മുഴുവൻ ആളുകൾക്കും, ചില ആളുകൾ സഹിച്ചു കാണും, കേട്ട് കാണും, എന്തായാലും ശരി, എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ച് നാളെയുടെ കോടീശ്വരന്മാർക്കും കോടീശ്വരികൾക്കും അഡ്വാൻസ് കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് ബിഗ് സല്യൂട്ട് ആൻഡ് ഗോഡ് ഡയമണ്ട്. താങ്ക് യു ഉമർ സാർ, അബ്ദുറഹ്മാൻ സാർ, ഓൾ അതർ RTC ആൻഡ് STC ലീഡേഴ്സ്. എവിടെയെങ്കിലും വാക്ക് പാലിയാൽ സമം പാലിയാൽ കൃത്യമായിട്ടും മാപ്പ് ചോദിച്ചുകൊണ്ട് പറഞ്ഞാൽ നിർത്താൻ കിട്ടാത്തൊരു സാധനം ഈ സബ്ജക്റ്റിൽ പറഞ്ഞു തീർക്കേണ്ടി വന്നു. കുറെ സ്ലൈഡ് എന്തായാലും ഞാൻ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും താങ്ക് യു വൺസ് അഗൈൻ. മഅസ്സലാമ. താങ്ക് യു. താങ്ക് യു ഇസ്മായിൽ സാർ. ഞാൻ ഒന്നും പറയുന്നില്ല. ഇത് ഗൾഫിൽ നിന്നൊക്കെ കരിപ്പൂര് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു അനുഭവം ഉണ്ടാവാറുണ്ട്. എന്റെ ഒക്കെ അനുഭവമാണ്. ആ പൈലറ്റ് ആ ഫ്ലൈറ്റ് ഇറക്കിയിട്ട് ബ്രേക്ക് ഇടുന്ന സമയം നമുക്ക് മനസ്സിലാവും. നേരെ മറിച്ച് വലിയ എയർപോർട്ടിൽ ചെല്ലുമ്പോ ആ പൈലറ്റ് ഒരുപാട് ആ ഫ്ലൈറ്റ് ഓടുന്നത് കാണാം. കാരണം എന്താ, സ്ഥലപരിമിതിയാണ്. എന്നതുപോലെ അദ്ദേഹം പാഞ്ഞ് ടൈറ്റാക്കി ബ്രേക്ക് ചവിട്ടിയതാണ്. ഇന്ന് പറയുകയാണെങ്കിൽ വൈകുന്നേരം വരെ സംസാരിച്ചാൽ തീരാത്ത വിഷയമുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം ഞാൻ പറയണത്, കാരണം സമയം വൈകിട്ടുണ്ട്. ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിൽ എത്താനുള്ള മഹാഭാഗ്യം കിട്ടിയ ആളുകളാണെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു ഇതിനിടയിൽ. ഇതുപോലത്തെ ഒരു ഇത് മാത്രമാണ് ഇന്ന് കേട്ട ആളുകളൊക്കെ എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് അദ്ദേഹം നമുക്ക് വിവരിച്ചു തന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ ഒന്നായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ ഓരോ കാര്യങ്ങളും. അതേ കാരണം അത്രയും ഒരു ഒഴുക്കായിരുന്നു. മുർസ്താദ്, ഇന്ന് നമുക്ക് എന്താ ചെയ്യാ, കൺക്ലൂഡ് ചെയ്യാതോ? കൺക്ലൂഡ് ചെയ്യാം, ഞാൻ ചെയ്തോളാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കേട്ട പ്രിയപ്പെട്ടവരെ, നമ്മൾ വന്ന് പെട്ടിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞു, ദൈവമാകിയുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്ന ഒരു പ്രസ്ഥാനാണ്. അല്ലാതെ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന മഹാഭാഗ്യം കിട്ടുന്ന ആളുകൾക്ക് മാത്രം ചെയ്യാനും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. അതും നമ്മളെ ഇപ്പൊ ഇദ്ദേഹത്തെ കേട്ട ആളുകളൊക്കെ ഇത് എവിടെയുള്ള ആളാണ്, എന്റെ നാട്ടിൽ നിന്ന് വെറും ഒരു 13-14 കിലോമീറ്റർ അപ്പുറത്താണ് ഈ മനുഷ്യനുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു അറിവാണ് ഇപ്പോ കുറഞ്ഞ സമയം നമുക്ക് പറഞ്ഞു തന്നത്. ഇതൊരു ഒരു വർഷം ഒരു മഴ പെയ്യും പോലെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതായാലും ഇത്രയും വലിയ ഒരു സ്പീച്ച് ഈ അടുത്ത സമയത്തൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു മീറ്റിങ്ങിൽ എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അതും അദ്ദേഹം ഇന്നലെ പറഞ്ഞത് വളരെ പരിമിതിപ്പെടുത്തി ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പക്ഷെ എവിടെ എത്താതെ അദ്ദേഹം നിർത്തിവെച്ചിട്ടുണ്ട്. ഏതായാലും ഇന്ന് പ്രിയപ്പെട്ട ഉമർ ഉസ്താദ് കൺക്ലൂഡ് ചെയ്യട്ടെ. നമുക്ക് സമയം കുറച്ച് വൈകിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ, കാരണം എന്നാൽ തന്നെ ബ്രേക്ക് വെച്ചതാണ്. അതുകൊണ്ട് എല്ലാവർക്കും, ഇന്ന് കേട്ട എല്ലാവർക്കും എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് അവരവർക്കുള്ള ലീഡേഴ്സ് ഉള്ള ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പരസ്പരം പങ്കുവെക്കുക. പ്രിയപ്പെട്ട ഇസ്മായിൽ സാറിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഒന്നും പറഞ്ഞാൽ തീരുന്ന നന്ദിയല്ല ഉള്ളത്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്നും ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട ഉമർ ഉസ്താദിനെ ഞാൻ ക്ഷണിച്ചു പോകുന്നു. പ്ലീസ് സാർ, വെൽക്കം. ഓക്കെ സാർ. പറയാൻ വാക്കുണ്ട്. ഞാൻ ഏതായാലും വല്ലാതെ സന്തോഷവാനാണ്. കാരണം നമ്മളെ പിന്നെ സൂം തുടങ്ങിയത് മുതൽ ഇന്നേ വരെ ഇത്രമാത്രം എന്താ പറയാ എല്ലാം കൊണ്ടും മികവത്ത ഒരാൾ ഇതുവരെ നമ്മളെ സൂമിൽ വന്നിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. റിവ്യൂ പറയാൻ വേണ്ടി STC ലീഡേഴ്സ് അലികുനൂസ് ഉൾപ്പെടെ പലരും വന്നിരുന്നു. പക്ഷെ അവരൊക്കെ സമയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അവരൊക്കെ ബാക്കോട്ട് പോയതാണ്. ഇസ്മായിൽ സാറോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇതിന് നന്ദി പറയാൻ നല്ലൊരു കർത്തവ്യം ഏതായാലും നമ്മൾ ചെയ്യുന്നില്ല.
ഇന്ന് 300-ൽ പരം ആളുകൾ, സാധാരണ 300 വരെ എത്താറുള്ളൂ, ഇന്ന് 300-ൽ പരം ആളുകൾ ഇത് കേട്ടു. പിന്നെ 7 മണി ആയതിനു ശേഷം അത് 250-60-ലേക്ക് നീങ്ങി. അത് പല തിരക്കുകളും ഉണ്ടാവുമല്ലോ. ഏതായാലും അവസാനം വരെ ഇതുവരെ കാത്തിരുന്ന ആളുകൾ നമ്മൾ ഭാഗ്യവാന്മാരാണ്, മറ്റുള്ളവരും ഭാഗ്യവാന്മാരാണ്. പക്ഷെ ഈ വിഷയത്തിൽ ഏറ്റവും വേണ്ടത് എന്താണ്? നമ്മൾ ഇതുവരെ ഇസ്മായിൽ സാർ പറഞ്ഞ നല്ല ക്ഷമിച്ച് മുന്നോട്ട് പോയാൽ വലിയ വിജയത്തിൽ എത്തുന്ന ഒരു കമ്പനിയിൽ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. വിദ്യാഭ്യാസത്തിന്റെ കുറവോ ബാക്കിയുള്ള എന്ത് ജോലി കിട്ടാത്തതിന്റെ കുറവോ ഒന്നും അല്ല ഞാൻ മൈലൈഫിലേക്ക് വന്നത്. മൈലൈഫിലേക്ക് വന്ന ഒരേ ഒരു കാരണം, വിദേശത്ത് ഇഷ്ടം പോലെ ജോലികൾ അദ്ദേഹത്തിന് ലഭിക്കും. വിദ്യാഭ്യാസത്തിന്റെ കുറവ് ഇസ്മായിൽ സാർക്കില്ല. പക്ഷേ അതുപോലും തിരിച്ചറിഞ്ഞത് ഈ മൈലൈഫ് എന്തൊരു ബിസിനസ് ഭൂലോകത്തിന്റെ, ഈ ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ ബിസിനസ്സാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് ഉണ്ടായതാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് എന്നാണോ ആ തിരിച്ചറിവ് വരുന്നത് അന്ന് നമുക്ക് വിജയിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇസ്മായിൽ സാറെ പറയാൻ വാക്കുകളില്ല. എന്റെ ടീമിന്റെ എല്ലാവരുടെയും എന്താ പറയാ പ്രാർത്ഥനകളും അങ്ങേക്കൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സമയം അല്പം വൈകിയത് കൊണ്ട് ഇസ്മായിൽ സാർക്ക് ആളുകൾ റിവ്യൂ പറയാൻ പലരും ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും അവസരം ഇന്ന് കൊടുക്കാത്തതിൽ ആരും പ്രയാസപ്പെടരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മീറ്റിംഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്ത് അറിയിക്കാം. പിന്നെ നാളെ നമുക്ക് വരുന്നത് തൈറോയിഡ് എന്താണ്, രോഗാണോ രോഗല്ലേ, രോഗാണെങ്കിൽ അതിനെന്ത് ചെയ്യും, രോഗമല്ലെങ്കിൽ എന്താണ്, ഇതിനെക്കുറിച്ച് തൈറോയിഡിനെ കുറിച്ച് വിശദമായി നമ്മള് ഫസൽ പുസ്തകങ്ങൾ ക്ലാസ് എടുക്കുന്നതാണ്. അപ്പൊ നിർബന്ധമായിട്ടും ജോലിയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു. ജയ് മൈ ലൈഫ്.